ഹലോ ഹായ് ഗുഡ് ഈവനിങ്. നമ്മളപ്പോൾ വീണ്ടും ഒരു മാരത്തോണുമായിട്ട് വന്നേക്കുവാണ്. നമ്മൾ ഇത്രയും നാളും ക്ലാസ്സസിൽ നമ്മൾ കണ്ടത് നോർമലി എന്തായിരുന്നു കണ്ടിരുന്നത്, ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലുള്ള 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. രണ്ടാമത്തെ ഇൻട്രൊഡക്ഷൻ പോലല്ല, കുറച്ച് വൈഡായിട്ടുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ടും കണ്ടിരുന്നത് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് എന്തായിരുന്നു, ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, പ്ലസ് രണ്ടാമത്തെ ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. സോ രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു മാരത്തോൺ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. ബട്ട് ഈ ക്ലാസ്സിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ ചാപ്റ്റർ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺ എക്സാംസ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് പൊതുവെ. പലർക്കും ഇനി പല രീതിയിലാണോ എന്ന് അറിഞ്ഞൂടാ. ബട്ട് എനിവേ നമ്മൾ 3 ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ മാരത്തോൺ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മുടെ കൊട്ടിക്കലാശമാണ്. ഇതോടെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ നമ്മുടെ മാരത്തോൺ ഇന്നത്തോടെ കഴിയുകയാണ്. സോ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഈ പറഞ്ഞ പോലെ ബാക്കി 2 ചാപ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം കുറേ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്നും പറഞ്ഞതിൻ്റെ അതൊന്നും ചോദിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ഇരിക്കല്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കുറവാണ്. പക്ഷെ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ കുറേ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് കുറേ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇതിലോട്ട് കടക്കാം. ഇതോടെ നമ്മൾ തീരുവാണ്, ലാസ്റ്റ് ക്ലാസ് ആണ്. ഓണത്തിൻ്റെ മാരത്തോൺ ഇതോടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ നമ്മൾ കഴിയുവാണ്. സോ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഹായ് ഹായ് സുധി, ഹന്ന, ശോഭ, ഹായ് ഹായ് ഹായ്. സോ ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്യുമായിരിക്കാം, നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് എന്തായാലും തുടങ്ങാം. ഞാൻ കുറേ ആയിട്ട് ദീർഘിപ്പിക്കുന്നില്ല, കുറച്ചേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ടിങ് തുടങ്ങാം. ഓക്കെ, ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ സിമ്പിളായിട്ട് തുടങ്ങുവാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളാണ് സംഭവം. ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, റൈറ്റ് 3 ഫോംസ് ഇൻ വിച്ച് എ പബ്ലിക് എന്റർപ്രൈസ് ക്യാൻ ബി ഫോംഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ ചാപ്റ്ററേ എന്താണ്, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എന്താണ് ഈ പബ്ലിക് എന്റർപ്രൈസസ് എന്നുള്ളത് നമുക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ് തന്നെ ഒരു 3 മാർക്കിൻ്റെ വെച്ച് തുടങ്ങും. നോർമലി നമ്മൾ 1 മാർക്കിൻ്റെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി ആദ്യം തന്നെ 3 മാർക്കിൻ്റെ വെച്ചിട്ട് തുടങ്ങി വെക്കുക. ഓക്കെ, അപ്പം ചാപ്റ്ററിൻ്റെ പേര് പറയുന്ന പോലെ ഞാൻ ഒന്നുകൂടെ ചാപ്റ്ററിൻ്റെ പേര് കാണിക്കാം. പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ് ഉള്ളതാണ്. അതിൽ ആ പ്രൈവറ്റ് എന്നുള്ളത് അതിൽ അണ്ടറിൽ വരുന്ന കുറേ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റിൻ്റെ അകത്ത് വരുന്നത് എന്താണ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം എന്താണ് ഈ പറയുന്ന പ്രൈവറ്റ് എന്റർപ്രൈസസ് എന്നുള്ള രീതിയിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ചാർട്ട് പോലൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുമായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല, കാരണം അതല്ല ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടില്ല, ഞാനായിട്ട് കിടക്കാത്തതല്ല, ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ പോകുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക്കും ഗ്ലോബൽ എന്റർപ്രൈസസുമാണ്. ഓക്കെ, പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചാലും ആരും പ്രൈവറ്റ് പഠിച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് കളയരുത്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച ഏതൊക്കെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടോ അതെല്ലാം ഈ പറഞ്ഞ പോലെ എന്താണ് പ്രൈവറ്റിൻ്റെ അകത്ത് വരും. ഓക്കെ, പ്ലസ് ഗ്ലോബൽ എന്റർപ്രൈസസും പ്രൈവറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് 3 ഫോംസ് ഇൻ വിച്ച് പബ്ലിക് എന്റർപ്രൈസ് ക്യാൻ ബി ഫോംഡ്. ഓക്കെ, പബ്ലിക് എന്റർപ്രൈസ് നമുക്ക് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഗാഢമായിട്ട് ആലോചിക്കാനോ വെക്കാനോ ഒന്നുമില്ല. 3 രീതിയിലാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ: ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ്. ഓക്കെ, അപ്പം ഇത് 3ആണ് ഈ പറയുന്ന പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ വരുന്നത്. പ്രൈവറ്റ് സെക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറക്കരുത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, അങ്ങനെയുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഇതെല്ലാം എന്താണ് നമ്മൾ പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു പോയതാണ്. പക്ഷെ പബ്ലിക് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇത് 3ആണ്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇത് 3ആണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾസും അതേപോലെ ഫീച്ചേഴ്സും, മെറിറ്റ്സ്, ഡിമെറിറ്റ്സും,
ഇത് പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ളതാണ്. പറഞ്ഞ പോലെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതല്ല, പക്ഷെ കുറേ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു 3 ഇതിൽ നിന്നാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഈ പറയുന്ന ചാപ്റ്ററിനകത്ത് ജോയിന്റ് വെഞ്ചർ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് ചെറിയ ടോപ്പിക്സ് എന്നുള്ളതൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ ചോദിച്ചിട്ടുള്ളത് ഇത് 3-ൽ നിന്നാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ കൊണ്ട് കുറേ പറയുന്നില്ല. അപ്പം ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഞാൻ ഇതിൽ കൂടുതൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയൊന്നും ചെല്ലുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കീ വേർഡ് എന്നുള്ള രീതിയിൽ ഇത് മനസ്സിലാക്കാനുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോഴേ നമ്മൾ ആലോചിക്കണം മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നമുക്കോരോ മിനിസ്ട്രീസ് ഉണ്ട്. അപ്പോൾ മിനിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവം, പബ്ലിക് സെക്ടറിൽ ഏതാണ് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോഴേ ആലോചിച്ചു വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ്. ഓക്കെ, ഇനി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആക്ട് ഓഫ് പാർലമെന്റ് വഴി, സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് വഴി ഫോം ചെയ്യുന്ന എല്ലാ പബ്ലിക് എന്റർപ്രൈസസിനെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ അണ്ടറിലാണ് നമ്മൾ കൊണ്ട് ഇടുന്നത്. ഓക്കെ, ഡൗട്ടൊന്നുമില്ല. ഇത് കീവേഡ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. വോട്ട് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്ട് ഓഫ് പാർലമെന്റ് എന്ന് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ജസ്റ്റ് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. മിനിസ്ട്രി എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന, അല്ലെങ്കിൽ മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ പബ്ലിക് സെക്ടറിനെ നമ്മൾ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയും. അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ട് ഓഫ് പാർലമെന്റ് വഴി, അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്ട് വഴി ഫോം ചെയ്യുന്ന പബ്ലിക് സെക്ടേഴ്സിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഗവൺമെന്റ് കമ്പനീസ് എന്തുവാന്ന് നോക്കാം. ഗവൺമെന്റ് കമ്പനീസ് പറയുമ്പം സിമ്പിളായിട്ട് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന 1956. ഓക്കെ, ഈ പറയുന്ന ആദ്യം 1956 ആയിരുന്നു, പിന്നെ അത് മാറ്റിയായിരുന്നു 2013 പുതിയൊരു ഇതുകൊണ്ട്, അത്രേ ഉള്ളൂ. അപ്പം കമ്പനീസ് ആക്ട് 2013 പ്രകാരം, അല്ലെങ്കിൽ 1956 എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ, 2 രീതിയിൽ ചോദിച്ചാലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് പബ്ലിക് സെക്ടറാന്ന് വെച്ചാൽ അപ്പോഴേ ആലോചിക്കണം ഗവൺമെന്റ് കമ്പനീസ് ആണ്. ഓക്കെ, ഇതെല്ലാം കീവേഡ്സ് ആണ്, നമ്മൾ അതിൽ അഗാധമായിട്ട് പോകുന്നില്ല. ജസ്റ്റ് പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് കൂടുതലും ക്വസ്റ്റ്യൻസ്. അപ്പോൾ 3 മാർക്കിൻ്റെ ആണെങ്കിലും 4 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതിന് പകരം കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഐഡന്റിഫൈ ദി ഫോം ഓഫ് പബ്ലിക് സെക്ടർ വിച്ച് ഇസ് ഫോംഡ് ആസ് പെർ ദി സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ്. പറഞ്ഞു പോകുമ്പോൾ എന്തൊക്കെയായിട്ട് തോന്നുന്നൊന്നുമില്ല. സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് വഴി ഫോം ചെയ്തേക്കുന്ന പബ്ലിക് സെക്ടർ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞാൽ 4 മാർക്കിന് 8 മാർക്കിന് നമുക്ക് അത് മാത്രം തന്നാൽ പറ്റത്തില്ലല്ലോ. പിന്നെ അതിന് കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ പോകുന്നത്. സോ ഈ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എത്ര മാർക്കാണെന്നോ 4 മാർക്കിൻ്റെ ആണെങ്കിലും 5 മാർക്കിൻ്റെ ആണെങ്കിലും കഥ അതിനെ പിന്നെ നമ്മൾ നോക്കുകയേ വേണ്ട. സോ ഫസ്റ്റ് മെയിനായിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളതുണ്ട്. ഞാൻ ഇപ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങളറിയോ, ഡയറക്റ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം അതാണ് മെയിനായിട്ടും ഇതിനെ 3നെ ഒന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇത് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളായിരുന്നു. എന്തായിരുന്നു? റൈറ്റ് 3 ഫോംസ് ഇൻ വിച്ച് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ക്യാൻ ബി ഫോം. സിമ്പിൾ. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ്. ക്ലിയർ ആണ്? ഇതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറേ essay ക്വസ്റ്റ്യൻസ് അല്ലാത്ത രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കറക്റ്റ് അതിൻ്റെ മീനിങ് എന്നുള്ള രീതിയിൽ അപ്പം നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ഡയറക്റ്റായിട്ട് സംഭവം ചോദിച്ചതിന് കൂടുതൽ നമ്മളൊന്നും അതിൻ്റെ അകത്തോട്ട് പോകണ്ട. ഓക്കെ, ഇതാണ് ആ പറയുന്ന ഓരോ ഇതിൻ്റെയും എക്സാമ്പിൾസ്. ഓക്കെ, എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് ചോദിക്കുന്നതും എന്താണ്? എക്സാമ്പിൾസ്, അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്. ഓക്കെ, അത് നമുക്ക് പിന്നെ നമ്മളല്ലാതെ പഠിക്കേണ്ടതാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ
മെയിനായിട്ടും അത് പഠിക്കേണ്ട ദേ ഈ പറയുന്ന എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, പിന്നീട് ഗവൺമെന്റ് കമ്പനീസ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാതെ രക്ഷയില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം അർത്ഥം മനസ്സിലാക്കിയൊക്കെ പഠിക്കണമെന്ന് പറയും, പക്ഷെ ഈ പറയുന്ന എക്സാമ്പിൾസ് നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പോയത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ONGC ആണെങ്കിലും LIC ആണെങ്കിലും ഈ പറഞ്ഞേക്കുന്ന HMT നിന്നുള്ളതാണെങ്കിലും നമ്മുടെ മൈൻഡിൽ എന്താണ് ഇതെല്ലാം ഗവൺമെന്റിന്റെ ആണെന്നുള്ളതാണല്ലേ. പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് ഗവൺമെന്റ് കമ്പനിയാണ്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മൈൻഡിലോട്ട്. ഇപ്പൊ RBI എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണ്. പക്ഷെ അത് എന്താണെന്നുള്ള പബ്ലിക് സെക്ടറിൽ തന്നെ പല 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 ഇതുണ്ടെന്നുള്ളത് നമുക്കാണെങ്കിലും പെട്ടെന്ന് അത് കാണുമ്പോൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിരുന്ന് ആലോചിച്ചല്ലേ അത്രയൊക്കെ എന്താ പറയുക GK ജനറൽ നോളജ് ഇവരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും ഇതിങ്ങനെയാണ് സ്പെഷ്യലായിട്ട്. അല്ല നമുക്ക് പെട്ടെന്ന് സാധാരണ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുമ്പം ഗവൺമെന്റിന്റെ ആണെന്ന് തോന്നും, പക്ഷെ നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഇത് മൂന്ന് രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറക്കണ്ട, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ആലോചിച്ച് വെക്കുക, മറക്കരുത്. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് വരുമ്പോൾ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, റെയിൽവേ. ഓക്കെ, ഈ പറയുന്ന 4 എക്സാമ്പിൾസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും ഈ പറയുന്ന എക്സാമ്പിൾസ് ആണ് കൂടുതലും. ഇതിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഏതെങ്കിലും ചോദിച്ചാലും കുഴപ്പമില്ല, ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾസ്. ഫസ്റ്റ് തന്നെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞില്ല, മീനിങ് പോലും കറക്റ്റായിട്ട് പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തുടങ്ങുന്നതിൻ്റെ റീസൺ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതുപോലെ ഒരു 2-3 ക്വസ്റ്റ്യൻ എങ്ങാണ്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് തന്നിട്ട് ഇത് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്ലാസിഫൈ ദി ഫോളോയിങ് പബ്ലിക് ഓണ്ടർപ്രൈസസ്. ഓക്കെ, നമ്മൾ പബ്ലിക് ഓണ്ടർപ്രൈസസ് ആണ് പഠിക്കുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻടു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് കമ്പനി. ഈ പറയുന്ന 3 സെക്ടറിൽ നിന്ന് കുറേ എക്സാംസ് അവർ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ആ 3 കാറ്റഗറിയിലോട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 3 മാർക്കാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിളൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ essay കാര്യങ്ങളൊന്നും എഴുതണ്ട. 3 മാർക്കിൻ്റെ അല്ലാതെ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ എന്തായാലും ഫീച്ചേഴ്സിൻ്റെ ആ മെയിൻ പോയിന്റ് എഴുതണം, അതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ എഴുതണം, കുറേ സംഭവങ്ങളുണ്ടല്ലേ. അതിന് വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഒരു സീനും ഇല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അപ്പോൾ ആ സിമ്പിളായിട്ട് എങ്ങനെ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് 3 രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റൽ, സ്റ്റാറ്റ്യൂട്ടറി, ഗവൺമെന്റ്. ഓക്കെ, ഞാൻ ഫുൾ എഴുതുന്നില്ല, ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഫുൾ എഴുതിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ എക്സാമിന് നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ എഴുതുക. ഓക്കെ, 3 മാർക്കിൻ്റെ ആണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേണമെങ്കിൽ ഒരു ടേബിൾ വരച്ച് വേണമെങ്കിൽ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല, സമയം ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പണിക്കൊന്നും നിൽക്കരുത്, പെട്ടെന്ന് ഉത്തരം എഴുതുക. കാരണം ഉത്തരമാണ് നമുക്ക് മെയിനായിട്ട് നോക്കുന്നത്. പക്ഷെ നിങ്ങൾ നല്ല ഈസ്തറ്റിക്കലി പ്ലീസിങ് ആയിട്ടൊക്കെ എഴുതുവാണെങ്കിൽ, ഇപ്പോൾ എസ്തറ്റിക് ആണല്ലോ മെയിനായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിൽക്കുന്നത് മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞു. ഈസ്തറ്റിക്കലി നൈസൊക്കെ എഴുതി കഴിഞ്ഞാൽ ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ടീച്ചേഴ്സിനാണെങ്കിലും കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു മനസ്സുഖം കിട്ടും അതിന് വേണ്ടി. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് അവിടെ ആരോ വന്നിട്ടുണ്ട്, ഹായ് ബിബിൻ, ഹായ് മാം എന്നൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടിന്യൂ ആണ്, നമ്മളിത് 3 ഇതിലോട്ട് ഡിവൈഡ് ചെയ്യാൻ പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നോക്കാം BHEL. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച എക്സാമിൻ്റെ അകത്ത് ഈ സാധനം ഇല്ലായിരുന്നല്ലോ, BHEL ഉണ്ടായിരുന്നു, ഇല്ല, പക്ഷെ എന്തുവാണെന്നറിയത്തില്ല. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ നോക്കാം. നമുക്കറിയാവുന്ന കുറേ ഉണ്ട്, നമുക്ക് അതനുസരിച്ച് നോക്കാം. നമ്മളെന്തിനാണ് അറിഞ്ഞൂടാത്ത ആദ്യമേ തുടങ്ങുന്നത്. അടുത്തത് നോക്കാം RBI. അപ്പോൾ RBI നമ്മൾ എക്സാമിൻ്റെ അകത്ത് കണ്ടതാണല്ലേ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് കൺഫേം ചെയ്യാം. RBI എന്നുള്ളത് ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടതാ, നമ്മളത് അതേപോലെ എഴുതാൻ പോകുന്നു. RBI ഓക്കെ, കണ്ട കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, മറ്റേതവിടെ നിൽക്കട്ടെ. അടുത്തത് നോക്കാം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളിവിടെ എവിടെയോ കണ്ടതാണ്.
ഇതേ കിടക്കുന്നു പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിലോട്ട് എഴുതാം. പോസ്റ്റിൽ നമ്മൾ എഴുതി. ഇനി അടുത്തത് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ദേ നമ്മളിപ്പോൾ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. ദേ കിടക്കുന്നു ഇന്ത്യൻ റെയിൽവേ. എവിടെയാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. അത് അവിടെ തന്നെ എഴുതാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം എഴുതി പോവാം. റെയിൽവേ. ഇനി ഏതാണ്? സെയിൽ എന്നും പറഞ്ഞു കൊടുക്കുന്നു. അത് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദേ കിടക്കുന്നു. ദേ ഇത് സ്റ്റീല് എന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ്. ഷോർട്ടാക്കി സെയിൽ എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. സെയിൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഇത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡേ പഠിച്ചിട്ടുള്ളൂ, സെയിൽ ഷോർട്ട് ഫോം എന്തുവാണെന്നുള്ള അറിഞ്ഞൂടാന്ന് പറഞ്ഞൊന്നും ഇരിക്കല്ലേ. ഈ പറയുന്ന ഷോർട്ട് ഫോം കൂടെ പഠിച്ചു പോവാം. ഓക്കെ, അത് നമ്മൾ കണ്ടതാണ്. അതെവിടാ കണ്ടത്? ദേ ഗവൺമെൻറ് കമ്പനീസിൽ സെയിൽ നമ്മൾ എഴുതി. ഓക്കെ, അടുത്തത് നോക്കാം. എയർ ഇന്ത്യ. എയർ ഇന്ത്യ നമ്മൾ കണ്ടിട്ടുള്ളതാ, നമുക്ക് നോക്കാം. ഇതേ കിടക്കുന്നു എയർ ഇന്ത്യ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണവും കൂടെ ഉള്ളല്ലേ, എക്സ്ട്രാ ആയിട്ട് വന്നല്ലേ, നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ കണ്ട എക്സാമ്പിൾ ഒന്നും കാണാത്തല്ലേ, പരിചയമില്ലാത്തത്. അത് ഏതായിരിക്കും അപ്പം വരുന്നത്? ബാക്കിയെല്ലാം നമ്മൾ രണ്ടെണ്ണം വെച്ച് എഴുതും. ഇനി ഒരെണ്ണവും കൂടെ ഉള്ളൂ. ഏതായിരിക്കും? BHEL. സിമ്പിൾ. സുഖമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ എഴുതിയ പോലെ എഴുതരുത്. ഇത് വൃത്തിയായിട്ടൊക്കെ എഴുതുവാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് സുഖമായിട്ട് 3 മാർക്ക് ഒരു ഇതുമില്ലാതെ നമുക്ക് കിട്ടാൻ പറ്റും. കുഴപ്പമൊന്നുമില്ലേ? സെറ്റാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും റെഡിയാക്കാമേ. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ BHEL എന്നുള്ള സംഭവം എക്സ്ട്രാ ആയിട്ട് വന്നു, നമ്മൾ കേൾക്കാത്തതായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് എഴുതുള്ളൂ. എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. നിങ്ങൾ ഇനി അതിലേക്ക് ഇനി ഇവിടെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇനി അറിഞ്ഞൂടാത്തെല്ലാം മാറ്റി നിർത്തിട്ട് അറിയാവുന്ന മാത്രം എഴുതി പോയില്ല. ആ സ്ഥിതി ഈ പറഞ്ഞ പോലെ വേറെ വല്ലതും ആയിരിക്കും. മിക്കപ്പോഴും ഇങ്ങനെ ആവാനായിരിക്കാം. നമ്മുടെ ഒരു ഭാഗ്യം വെച്ചിട്ട് അങ്ങനെ ആയിരിക്കാം. കൂടുതൽ അവർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇടാറില്ല. അറിയാവുന്ന കുറേ ഇട്ടിട്ട് ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ അറിയാതെ ഇടുന്ന ചാൻസേ കൂടുതൽ വരാറുള്ളൂ. പിന്നെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിവേ, നമ്മൾ കണ്ടു. മെയിനായിട്ട് എന്താണ് കണ്ടത്? പബ്ലിക് സെക്ടറിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 3ആയിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അതിനെയും പിന്നെയും അതേപോലെ എക്സാമ്പിൾ വെച്ച് ഡിവൈഡ് ചെയ്യുന്നുള്ളതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതെന്തേ എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പഠിക്കുക, സുഖമായിട്ട് നിങ്ങൾക്ക് വെറുതെ ഒരു മാർക്ക് കിട്ടും. വെറുതെ ഒരു മാർക്ക് കളയണം. മറ്റേതേ 3 മാർക്കിൻ്റെ ആയിരുന്നു. ഇവിടെ വെറുതെ ഒരു മാർക്ക്. അവളെ ഒരു മാർക്കാണെങ്കിൽ പോലും നമ്മൾ 80 മാർക്കിനും 60 മാർക്കിനും ഒക്കെ എഴുതുന്നതാണെങ്കിൽ, ഒരു മാർക്കാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് നോക്കുക, വൃത്തിയായിട്ട് എഴുതുക. അടുത്തത് നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് നമ്മൾ കണ്ടതാണ്. നോക്കാം എക്സാമ്പിൾസ് ഏതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. LIC, RBI, ദൂരദർശൻ, KSRTC. അപ്പം ഇതിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റലിൻ്റെ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ നേരത്തെ കണ്ടതേ ഉള്ളായിരുന്നു. ഏതായിരുന്നു? ദൂരദർശൻ. കുഴപ്പമൊന്നുമില്ലല്ലോ. വേണം ഒന്നുകൂടെ കാണിക്കാം നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ ദൂരദർശൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നോക്കാം. നമ്മളങ്ങനെയാണല്ലോ, നമ്മുടെ പൊതുവേ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ആൻസർ മാത്രമല്ല, അതിന് ബാക്കി കൊടുത്തേക്കുന്നത് എന്താണെന്നുള്ളതും കൂടെ പഠിച്ചുകൊണ്ട് പോയാൽ കുറച്ചൊന്ന് എന്താ പറയുക മനസ്സിലിരിക്കും. അല്ലെങ്കിൽ പിന്നെ വേറെ രീതിയിൽ ചോദിച്ചാൽ ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ബാക്കി ഇതേ കൊടുത്തേക്കുന്നത് ഏതൊക്കെയായിരുന്നു കൊടുത്തിരിക്കുന്നത്. LIC, RBI, KSRTC. ബാക്കി എല്ലാം ഒരുമിച്ചായതുകൊണ്ട് ഇനി കൂടുതൽ ഞാൻ മാറ്റി തിരിച്ച് വിഷയം വരത്തില്ല. LIC, RBI, പിന്നെന്തായിരുന്നു വന്നിരുന്നത്? യെസ്, KSRTC. അപ്പം ഇത് 3 ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. അപ്പോൾ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ ഓഫ് കോഴ്സ് ഏതായിരിക്കും വരുന്നത്? ദൂരദർശനായി. അപ്പോൾ ഇത് കണ്ടുപിടിക്കണേ നമ്മൾ മെയിനായിട്ടും എന്താണ്? ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾസ് പഠിക്കാതെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പല രീതിയിൽ അവരത് ചോദിക്കാം. അടുത്തത് ഓക്കെ, 1 മാർക്കിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇമ്പോർട്ടൻ്റ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഇടുന്നത്. നിങ്ങൾക്ക് ഇനി എങ്ങനെയെങ്കിലും വേറെ സ്റ്റൈലുണ്ടെങ്കിൽ അത് എടുക്കാം, നോ പ്രോബ്ലം. നമ്മൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. A government company is any company in which paid up capital held by government is not less than dash. ഇതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ ആണല്ലോ.
ഗവൺമെന്റ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഗവൺമെന്റ് കമ്പനിയായിട്ടുള്ള എന്തോ ബന്ധപ്പെട്ടതാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഈ പറയുന്ന പബ്ലിക് സെക്ടറിന്റെ പല ഇതും അതിന്റെ എക്സാമ്പിൾസ് സംഭവവും കാര്യങ്ങളും ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് അത് കുറച്ചുകൂടെ ഒന്ന് സ്പെസിഫൈ ആവുകയാണ്. ഗവൺമെന്റ് കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചിരിക്കുന്നത് എനി കമ്പനി, അതിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്നുള്ള കൊടുത്തേക്കുവാണ്. ഇൻ വിച്ച് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹെൽഡ് ബൈ ദ ഗവൺമെന്റ് ഇസ് നോട്ട് ലെസ് ദാൻ. ഓക്കെ, ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്ന എത്ര ഷെയർസ് ആണ് അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ് എന്നുള്ളതാണ് ചോദ്യം. കുറെ എക്സാമ്പിൾസ് ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ 2020 മാർച്ച് 2020 ഇംപ്രൂവ്മെന്റിന്, അതേപോലെ 2022 ഇംപ്രൂവ്മെന്റിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മാറ്റവും ഇല്ല. ഇതേപോലെ ഈ പറഞ്ഞ പോലെ 3 വർഷം ചോദിച്ചിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റിന് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനിയും നമ്മുടെ 2025 എക്സാമിനാണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇപ്പൊ നമ്മൾ നടക്കാൻ പോകുന്ന ഓണത്തിനാണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചത് കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ റെഫർ ചെയ്തിട്ടായിരിക്കാം ടീച്ചേഴ്സും കൂടുതലും ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് മറക്കരുത്. നമുക്ക് നമ്മുടെ ഉത്തരത്തിലോട്ട് വരാം. എന്താണ് ഉത്തരം? അവിടെ ഹന്ന ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, 51%. ഓക്കെ, എന്താണ് ഗവൺമെന്റ് കമ്പനിയുടെ ഒരു മീനിങ്ങും കൂടാണ് കൊടുത്തേക്ക്. നമുക്ക് അതും കൂടെ പഠിച്ചു. ഗവൺമെന്റ് കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? ഇൻ വിച്ച് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഗവൺമെന്റ് ഒരു 51% പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഹോൾഡ്, അത് 51% ഹോൾഡ് ഗവൺമെന്റിനാണെങ്കിൽ ആ പറയുന്ന കമ്പനി നമ്മൾ എന്ത് വിളിക്കും? ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കും. സിമ്പിൾ അല്ലേ? ഓർത്ത് വെക്കാൻ വളരെ സുഖമാണ്. 51%. അങ്ങനെ പകുതി കൂടുതൽ ഷെയർസ് ഗവൺമെന്റിനാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കമ്പനി എന്താണ്? സിമ്പിൾ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. ആ പറയുന്ന കമ്പനീസിനെയാണ് ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞ പോലെ 3 രീതി, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ 3 വർഷവും ചോദിച്ചിട്ടുണ്ട്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിൽ തിരിച്ചവർ ചോദിച്ചേക്കുവാണ്. ഐഡന്റിഫൈ ദ പബ്ലിക് എന്റർപ്രൈസ് വേർ അറ്റ്ലീസ്റ്റ് 51% ഷെയർ ഹെൽഡ് ബൈ ദി ഗവൺമെന്റ്. മറ്റേതെന്താണ്? ഉത്തരം ഫസ്റ്റ് കണ്ടതിന്റെ നമ്മുടെ ഉത്തരം എടുത്ത് അവർ ചോദ്യമായിട്ട് ചോദിച്ചേക്കുവാണ്. എന്നിട്ട് ചോദ്യം എടുത്ത് ഉത്തരത്തിലോട്ട് ഇട്ടേക്കുവാണ്. തിരിച്ചു മറിച്ച് ചോദിച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. അതും നമുക്ക് നോക്കാം. ഇങ്ങനെയും ചോദിക്കാം എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. എന്താണ് ചോദിച്ചേക്കുന്നത്? ഐഡന്റിഫൈ ദ പബ്ലിക് എന്റർപ്രൈസ് വേർ അറ്റ്ലീസ്റ്റ് 51% ഓഫ് ദി ഷെയർ ഹെൽഡ് ബൈ ദി ഗവൺമെന്റ്. സെയിം ക്വസ്റ്റ്യൻ. എന്താണ് ഉത്തരം വരുന്നത്? യെസ്, കറക്റ്റ് ആണ്, ഗവൺമെന്റ് കമ്പനി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇതിന്റെ മീനിങ് ആണ് ഗവൺമെന്റ് കമ്പനി എന്താണ് മീനിങ് അല്ലെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ എന്തേ ഈ പറയുന്ന രീതിയിൽ വേണം അത് എഴുതാൻ. ജസ്റ്റ് 1 മാർക്കിന്റെ മാത്രം എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് 2 മാർക്കിന് 3 മാർക്കിന് എന്താണെങ്കിലും വാട്ട് ഈസ് ഗവൺമെന്റ് കമ്പനി അല്ലെ ഡിഫൈൻ ഗവൺമെന്റ് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ചേർത്ത് എഴുതിക്കോ. പക്ഷെ എന്താണ് മെയിൻ ആയിട്ട് വരേണ്ടത്? 51% ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹെൽഡ് ബൈ ഗവൺമെന്റ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഏത് കമ്പനിയാണെങ്കിൽ ഏത് കമ്പനി ആയിക്കോട്ടെ, അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? 51% ഗവൺമെന്റ് ഹോൾഡ് ചെയ്തിരിക്കും. ഗവൺമെന്റ് കമ്പനി തന്നെ നമുക്ക് ആ പേര് കിട്ടും. നമുക്ക് പിന്നെ ആകെപ്പാട് എന്തോ മാത്രം മതി, 51% എന്നുള്ളത് മതി. അത് ക്ലിയർ ആയി? ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. നമുക്കിനി ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്നു ഡെഫിനിഷൻ. നമുക്ക് നോക്കാം. According to section 245 of the Companies Act 2013, ഇനി വാട്ട് ഈസ് ഗവൺമെന്റ് കമ്പനി എന്നൊക്കെ ചോദിച്ചാൽ ഇതേപോലെയൊക്കെ ചേർത്ത് ഈ സെക്ഷനും കൂടെ ഒക്കെ ചേർത്ത് എഴുതിക്കോ, കുഴപ്പമില്ല. പക്ഷെ സെക്ഷൻ ചേർക്കുമ്പം ഒന്ന് ആലോചിക്കണം. ഈ 45 പകരം 55 എഴുതി വെച്ചാൽ അതേപോലെ അവർ വെട്ടിയിടും. ഓക്കെ, നിങ്ങൾ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എഴുതിയില്ല എന്നുള്ളതേ ഉള്ളത്, വേറൊരു കാര്യം. പക്ഷെ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രസീവ് ആയിരിക്കാം, അത് ഉള്ള കാര്യം. പക്ഷെ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ മെനക്കെടാൻ പോരുത്. അല്ലെങ്കിൽ അത്രയും ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അല്ലെ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013 എന്നും പറഞ്ഞ് എഴുതിയാൽ മതി. പക്ഷെ സെക്ഷനും കൂടെ എഴുതുവാണെങ്കിൽ ബെറ്റർ ആണ്. ഈ പറഞ്ഞ പോലെ 3 മാർക്കിനും 4 മാർക്കും, 1 മാർക്കിന് ചോദിച്ചാൽ വലിയത് കാണത്തില്ല. പക്ഷെ 3 മാർക്കിനും 4 മാർക്കിനൊക്കെ സെക്ഷനും കൂടെ എഴുതുവാണെങ്കിൽ സെറ്റാണ്. നമുക്ക് നോക്കാം ഗവൺമെന്റ് കമ്പനി എന്താണെന്നുള്ളത്. നമ്മൾ ആകെപ്പാടെ ഒരു ഇത് മാത്രമേ കണ്ടോളൂ, എന്താണ് 51% എന്നുള്ളതേ കണ്ടോളൂ. ബാക്കി നോക്കാം. ഇനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇസ് ഹെൽഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്നേ പറഞ്ഞോളൂ. അപ്പം ഇവർ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഏതൊക്കെ ഗവൺമെന്റ് ആണെന്നുള്ള. സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെന്റും പാർട്ട്ലി ബൈ 1 or more സ്റ്റേറ്റ്സ്. ഒന്നെങ്കിൽ ഫുള്ളായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കാം,
ഫുള്ളായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കുക, അല്ലെങ്കിൽ പകുതിക്കെന്നുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്, പകുതിക്കെന്നുള്ള രീതിയിൽ വൺ ഓർ മോർ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, വൺ ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെൻറ്സും ആൻഡ് ഇൻക്ലൂഡ്സ് എ കമ്പനി വിച്ച് ഇസ് എ സബ്സിഡറി ഓഫ് എ ഗവൺമെൻറ് കമ്പനി, സബ്സിഡറി ആണെങ്കിലും. ഓക്കെ, ഇതെല്ലാം എന്താണ്, ഗവൺമെൻറ് കമ്പനി എന്നായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ആ പറയുന്ന ടൈറ്റിലോട്ടായിരിക്കും ഈ പറയുന്ന കമ്പനീസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്താണ് മീനിങ് എന്നുള്ളത് ചോദിച്ചാൽ ഇത് എഴുതിയാൽ വെച്ചാൽ മതി. ഓക്കെ, സിമ്പിളായിട്ട് പഠിക്കാം. ഈ ഡെഫിനിഷൻ ഞാൻ നോർമലി നമ്മുടെ ട്രിപ്പിളയുടെ ആപ്പ് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അറിയാം, നോർമലി ഞാൻ ഈ പറയുന്ന ഡെഫിനിഷൻ എല്ലാം ഒന്ന് ഡിവൈഡ് ചെയ്താണ് പൊതുവേ പഠിപ്പിക്കാറുള്ളത്. വേറൊന്നുമല്ല, എഴുതുമ്പോൾ ഇതേപോലെ എഴുതരുത്, ഇതേപോലെ സ്റ്റാർ ഒക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്, അതേപോലെ ഒന്നും എഴുതരുത്. നിങ്ങൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ നിങ്ങൾ സെൻറ്റൻസ് എഴുതുന്ന പോലെ എഴുതിയാൽ മതി. ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി നമ്മളൊന്ന് സബ് ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ മൈൻഡിൽ ഇരിക്കും എന്താണെന്നുള്ളത്. പകുതി എന്നുള്ള രീതി പഠിക്കുമ്പോൾ ഒന്ന് രജിസ്റ്റർ ആവും. ഓക്കെ, പൊതുവേ എനിക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അങ്ങനെ, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡ് പറഞ്ഞു തന്നേ ഉള്ളൂ. ആപ്പിൽ ഉള്ള നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അറിയാം, ഏത് ഡെഫിനിഷൻ വന്നാലും ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്താണ് പഠിക്കുന്നത്. സോ നിങ്ങൾ എഴുതുമ്പോൾ അതേപോലെ വലിച്ചു നീട്ടി സെൻറ്റൻസ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ഭംഗിക്ക് എഴുതിക്കോ. പഠിക്കാൻ നേരം ഇതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു കലാവിരുത്. ഇതേപോലെ എഴുതി വെക്കരുത്. അടുത്തത് നോക്കാം. വീണ്ടും ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. സിമ്പിൾ, നമ്മൾ നേരത്തെ എക്സാമ്പിൾസ് എല്ലാം കണ്ടതാണ്, അതുകൊണ്ട് നമുക്കിനി എന്താണ് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് നോക്കാം എക്സാക്ട്ലി എന്താണെന്നുള്ളത് നോക്കാം. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഓഡ് വൺ ഔട്ട്. FCI, RBI, ഇന്ത്യൻ റെയിൽവേ, ONGC. സുഖമായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ എക്സാമ്പിൾസ് കണ്ടതാണ്, അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് കിട്ടും. എന്താണ് വരുന്നത്? ഇന്ത്യൻ റെയിൽവേ ആണ്. കാരണം എന്താണ്, ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ്. ബാക്കിയെല്ലാം എന്തിലാണ് വരുന്നത്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിൽ വരുന്നത്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇതെന്താ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 2022 മാർച്ചിൽ ചോദിച്ചതാണ്. കൂടുതൽ മുഖവരെയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ decided to sell the shares in telecom department to private sector. ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുവാണ് ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ ഷെയർസ് പ്രൈവറ്റ് സെക്ടറിലോട്ട് വിൽക്കാൻ പോവാണെന്ന്. ഓക്കെ, ഐഡന്റിഫൈ ദി സ്യൂട്ടബിൾ ടേം ടു ഡിനോട്ട് സച്ച് ആൻ ആക്ടിവിറ്റി. ഓക്കെ, ഈ പറയുന്ന എന്താണ് ടെലികോം ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ടെലികോം ഡിപ്പാർട്ട്മെന്റ് ഷെയർസ് പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുവാണ്. ഓക്കെ, സെല്ല് ചെയ്യുവാണ്. അപ്പോൾ ആ പറയുന്ന പ്രോസസ്സിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഈ പബ്ലിക് പ്രൈവറ്റ് അതൊക്കെ ഓക്കെ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് അതൊക്കെ ഓക്കെ, ഇതെന്താണ് സെല്ലിങ് ഓഫ്, ഇത് ഏത് ടോപ്പിക്കിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റിലൊരു ടോപ്പിക് ഉണ്ട്. അതിലൊരു 7-8 പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിലെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് വിപുലീകരിച്ച് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന ഒരു ടേം പഠിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇടയ്ക്കുള്ള ഒരു ചെറിയ സബ് ടോപ്പിക് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നാണ് മെയിനായിട്ടൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ചിലതൊക്കെ നമ്മൾ വിടുമല്ലോ, കുറേയൊക്കെ പഠിച്ചത് ഇതൊന്നും പൊതുവെ ചോദിക്കാറില്ല, നമ്മളങ്ങ് വിടും. ഇപ്പം മനസ്സിലായില്ല, അങ്ങനെ വേണ്ടുന്നല്ലേ നമ്മൾ വലിയ ശ്രദ്ധിക്കാത്തതായിട്ടുള്ള ഇതിൽ നിന്ന് പോലും ഈ പറയുന്ന പോലെ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ എങ്ങനെയാണെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ചെറിയൊരു പോർഷനാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണെങ്കിലും വലിയ essay ആയിട്ടോ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ അങ്ങനെ ഒന്നും ചോദിച്ച് കാണാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൽ നിന്നാണ് 1 മാർക്കിന് നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞു. ഇനി എന്തോ ഉത്തരവെന്ന് പറയണ്ടേ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് ആൻസർ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ടോപ്പിക്, ഒരു സബ് ടോപ്പിക്, നമ്മൾ ഫീച്ചേഴ്സ് പറയുമ്പോൾ 7 ടോപ്പിക് കാണത്തില്ല, അതിലൊരു 6ാമത്തെ ടോപ്പിക് അല്ലെങ്കിൽ ഹെഡിങ് എന്ന് പറയുന്ന പോലെയുള്ള സംഭവമാണിത്. കുറേ അതിൻ്റെ അകത്ത് ഹെഡിങ് ഉണ്ട്, അതിലൊരു ഹെഡിങ്ങിൻ്റെ അകത്ത് വരുന്ന സംഭവമാണ്. അതാണ് അവർ 1 മാർക്കിന് ചോദിച്ചേക്കുന്നത്. അപ്പം അതും പഠിച്ചു പോകണം എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതും പഠിച്ചു പോകണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കാം. ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെല്ലാം ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി, അതേപോലെ ഗ്ലോബൽ എന്റർപ്രൈസ്. ഓക്കെ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള
ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, പല വർഷങ്ങളിൽ ഒരേപോലെ രീതിയിൽ തന്നെ പല രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. A public sector undertaking formed by passing an act in parliament. Okay, questions ശ്രദ്ധിച്ചോണം. Public sector undertaking formed by passing an act in parliament. Identify it. Give an example. Okay. യെസ്, അവിടെ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോത്തിനും ഒരു കീ ടേം എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്തായിരുന്നു പറഞ്ഞ ആക്ട് പാർലമെന്റ് വഴി ആക്ട് പാസ്സായി അങ്ങനെ സ്പെഷ്യൽ ആക്ട് വഴി ഫോം ചെയ്യുന്നതാണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ പറയാൻ പറ്റും. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നുള്ളത് എഴുതാം നമുക്ക്. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ഒരെണ്ണം നമ്മൾ ഉത്തരം എഴുതി എന്താണ് ഐഡന്റിഫൈ ചെയ്യാനേ അവർ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സാമ്പിളാണ്. നമ്മൾ കുറേ എക്സാമ്പിൾസ് കണ്ടായിരുന്നു. ഈ പറയുന്ന ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. യെസ്, LIC. നമുക്ക് LIC തന്നെ എഴുതാം. പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എക്സാമ്പിൾ തന്നെ എഴുതി പോവാം. യെസ്, അടുത്തത് വരുന്നത് LIC അല്ലെങ്കിൽ RBI. യെസ്, RBI. ഇതെല്ലാം അങ്ങനെ വരുന്നതാണ്. ഓക്കെ, ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അവിടെയും ശ്രദ്ധിക്കണം. ദീസ് ആർ ക്രിയേറ്റഡ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ 2022 ഇംപ്രൂവ്മെന്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദീസ് ആർ ക്രിയേറ്റഡ് ബൈ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. നമ്മൾ കണ്ട കാര്യമാണ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഐഡന്റിഫൈ ദ ഫോം ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് മെൻഷൻഡ് ഇൻ ദ എബവ് സ്റ്റേറ്റ്മെന്റ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ അവർ ചോദിച്ചിട്ടുള്ളൂ. മറ്റേ 2 മാർക്കിന് ചോദിച്ചിരിക്കുന്നു, ഇത് എത്ര മാർക്കിൻ്റെയാണ്? 3 മാർക്കിൻ്റെ ചോദിച്ചിരിക്കുന്നു. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നമുക്ക് ഇത് തന്നെയാണ് ഉത്തരം. ഒന്നുകൂടെ എന്തായാലും ഒന്ന് എഴുതാം. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. അതെഴുതാം, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഇനി മറ്റടുത്ത് നമ്മൾ എന്താണ് കണ്ടത്? ഒരു എക്സാമ്പിളെ ചോദിച്ചിട്ടുള്ളൂ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ് 2 എക്സാമ്പിൾസ് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഒരെണ്ണം നേരത്തെ എഴുതിയത് അതെഴുതി. അതേപോലെ RBI. ഇത്രയും മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും സിമ്പിളായിട്ട് സ്പെസിഫിക് ആയിട്ട് എഴുതിയ 3 മാർക്കാണ് കിട്ടുന്നത്. വേറൊന്നും വേണ്ട. മറ്റേ 3 മാർക്കിൻ്റെയൊക്കെ കുറേ എഴുതാൻ കാണും. ഇതൊരു വിഷയമില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാം, സമാധാനമായിട്ട് ഇരിക്കുകയും ചെയ്യും. സിമ്പിളായിട്ട് ഓക്കെ ആണെങ്കിൽ. ഇനി അടുത്തത് നോക്കാം. വീണ്ടും name the form of public sector enterprise that is constituted as an autonomous unit by an act of parliament. ഈ ആക്ട് ഓഫ് പാർലമെന്റ് വിട്ടൊരു കളിയില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. ഡയറക്റ്റ് ആയിട്ട് അവർ ചോദിക്കുന്നതിന് പകരം സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്താണെന്നുള്ളത് ചോദിച്ചാൽ മതി. വാട്ടർ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചോദിക്കുന്നതിന് പകരം ഈ രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻ. അതാണ് ആ കീവേഡ് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങിയത്. കേട്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും. ആക്ട് ഓഫ് പാർലമെന്റ് സ്പെഷ്യൽ ആക്ട് വഴി ഇത് ചെയ്യുന്നു. ഓട്ടോണോമസ് അത് വേറൊരു ഇതാണ്. അത് നമുക്ക് ആ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്താണ് അങ്ങനെ എന്ത് കൊടുത്താലും ആക്ട് ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ അപ്പോഴേ കണ്ണും മൂട്ടി ഉത്തരം എഴുതിക്കോണം സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. ഓക്കെ, ഈ പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. വേറെ എന്തെങ്കിലും ചോദിച്ചാൽ ഇതൊന്നും എഴുതി വെക്കരുത്. നമുക്ക് അടുത്ത നോക്കാം. ഫസ്റ്റ് പാർട്ട് അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കായിരിക്കും എന്തിന്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നുള്ളത് കണ്ടുപിടിച്ചില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ആണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ് എഴുതി വെക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ 5 മാർക്കും പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണെന്നുള്ള ഇപ്പം മനസ്സിലായാലും എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. പറ്റിയില്ലെങ്കിൽ മാർക്ക് അതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മാർക്ക്. നമ്മൾ ആലോചിക്കും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഫുൾ എഴുതുന്നു. നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അറിയാമെങ്കിൽ പോലും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും? 5 മാർക്കാണ് വെറുതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ കീവേഡ്സ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇതാണ് മെയിനായിട്ടും വരുന്നത് ആക്ട് ഓഫ് പാർലമെന്റ്. ഇനി പുതിയതായിട്ട് അവരെന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ വെച്ച് നോക്കിയതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കീ പോയിന്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് ആക്ട് ഓഫ് പാർലമെന്റ് എന്നുള്ളത്. ഇനി അടുത്ത നോക്കാം. എക്സ്പ്ലെയിൻ ഇനി 4 ഫീച്ചേഴ്സ് ഓഫ് സച്ച് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് എന്റർപ്രൈസ് വോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ്. എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഈ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് എന്നുള്ളത് വേണം.
ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ കൈന്നിട്ട് എഴുതിക്കോ, അല്ലെങ്കിൽ എന്താണ് കൈന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതാമെന്നുള്ളതല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് എഴുതാം. പക്ഷേ ഈ ആക്ട് ഓഫ് പാർലമെന്റ് എന്നുള്ളത് വേണം. ഇപ്പം തന്നെ മനസ്സിൽ നിങ്ങൾ ഇതായിട്ട് വെച്ചോ അല്ലെങ്കിൽ ഉറപ്പിച്ചു വെച്ചോ, ആക്ട് ഓഫ് പാർലമെന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഓർത്തോണം സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫോംഡ് ബൈ എ സ്പെഷ്യൽ ആക്ട്, പറയണ്ടല്ലോ, നമ്മൾ ആദ്യമേ കണ്ട കാര്യമാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ്. അത് കൂടുതൽ വിശദീകരിക്കണല്ലോ. പാർലമെന്റ് സ്പെഷ്യൽ ആക്ട് വഴി പാസ്സാവുന്ന ഒരു പബ്ലിക് കോർപ്പറേഷൻ ആണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി ഓണർഷിപ്പ്. ഓക്കെ, ഓണർഷിപ്പ് എന്നുള്ളത് വരുന്നത് ഗവൺമെന്റ് ആണ് ഓണേഴ്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? ഇവിടെ നമ്മൾ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് വഴിയാണ് പാസ്സാവുന്നത്. ഓണേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗവൺമെന്റ് ആണ് ഇതിന്റെ ഓണേഴ്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, ജസ്റ്റ് കീ പോയിന്റ് മാത്രം പറഞ്ഞു പോവാണ്. നിങ്ങൾ എഴുതുമ്പോൾ ഓണർഷിപ്പ് എഴുതിയിട്ട് ഗവൺമെന്റും എഴുതി വെക്കരുത്. ഇതിൽ ദി ഓണേഴ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും എഴുതുക. സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് വഴി പാസ്സാകുന്നതാണ്, പക്ഷെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗവൺമെന്റ് ആണ്. അടുത്ത് നോക്കാം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അത് പിന്നെ നമ്മൾ അക്കൗണ്ടൻസിയെ കണ്ട കാര്യമാണ്, നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നുള്ളൊരു സംഭവം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും ഇതിന്റെ ഓണേഴ്സും രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ഓക്കെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി തന്നെ പിന്നെ വേറെ ഒന്നുമില്ല. ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ഓണേഴ്സ് ഗവൺമെന്റ് ഒക്കെയാണ്, ശരിയാണ്. പക്ഷെ എന്താണ്, ഇതിന് സെപ്പറേറ്റ് ഐഡന്റിറ്റിയും ഗവൺമെന്റ് വേറെ ആളാണെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ പേഴ്സണോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ സെപ്പറേറ്റ് ലീഗൽ ഇതാണ്. ഓക്കെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളത് അത് നമ്മൾ കണ്ടിട്ടുള്ള ടേമാണ്. അക്കൗണ്ടൻസിൽ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ സുഖമായിട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലാവും. ഓണറും ബിസിനസ്സും രണ്ടുപേരും രണ്ട് വ്യക്തികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓണേഴ്സ് ഗവൺമെന്റ് ആണ്, പക്ഷെ അവർ വേറെ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ വേറെയാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ഓട്ടോണമിയാണ്. ഓക്കെ, ഈ പറയുന്ന ഫണ്ടും സംഭവവും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഗവൺമെന്റ് വേറെയാണ്, ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ വേറെ ആണെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. രണ്ട് വ്യക്തികളാണ്, രണ്ടുപേരും സെപ്പറേറ്റ് ആണെന്നാണ്. അപ്പോൾ കമ്പനീസിലാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. എന്താണ്, അവർക്ക് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്താണ്? ഫണ്ട്സ് ബോറോ ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് ആ റവന്യൂ തിരിച്ചു കൊടുക്കുക, എങ്ങനെയാണെങ്കിലും അവരെന്താണെന്നാണ് പറയുന്നത്, ഗവൺമെന്റും അവരായിട്ട് സെപ്പറേറ്റ് ആണെന്നുള്ളത്, കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഗവൺമെന്റ് ആണ്. നമ്മളിപ്പം ബിസിനസ് ഓണറും പറയുന്ന പോലെ സംഭവം ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ഓണറൊക്കെ ആണെങ്കിലും രണ്ട് വ്യക്തികളാണെന്നുള്ള രീതിയാണ്. ക്യാപിറ്റൽ ഓണർ കൊടുക്കുന്നത് തിരിച്ച് ബിസിനസ് കൊടുത്തേ വരത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇവിടെയും സെയിം സംഭവം തന്നെയാണ്. എന്താണ്, ഗവൺമെന്റ് ഒക്കെയാണ്, ഓക്കെയാണ്, സെറ്റാണ്, അതെല്ലാം ശരിയാണ്, ഓണറൊക്കെയാണ്, പക്ഷെ രണ്ട് വ്യക്തികളാണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഫിനാൻഷ്യലിയും ഈ പറഞ്ഞ പോലെ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഫണ്ട്സ് അവർക്ക് കിട്ടാനാണെങ്കിൽ അവർ ബോറോ ചെയ്യുന്നതാണെങ്കിൽ ആരിൽ നിന്നായിരിക്കും അവർ ബോറോ ചെയ്യുന്നത്? ഗവൺമെന്റിൽ നിന്നായിരിക്കും ബോറോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നോ ഗവൺമെന്റ് സർവൻസ്. അത് നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെ എന്താണ് അങ്ങനൊരു ടോക്ക് എന്നുള്ള രീതിയിൽ ആലോചിക്കുമായിരിക്കും. സംഭവമൊന്നുമില്ല, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിലുള്ള ഓക്കെ എംപ്ലോയീസിനെ നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ, ഗവൺമെന്റ് സർവൻസ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇവിടെ അങ്ങനെ നോ ഗവൺമെന്റ് സർവൻസ് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. കാരണം എന്താണ്, നമ്മുടെ മെയിൻ ടോപ്പിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഗവൺമെന്റ് സർവൻസ് അങ്ങനൊന്നുമില്ല. ഗവൺമെന്റിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു എന്നുള്ള സംഭവം കാര്യങ്ങളൊന്നുമില്ല. അവർ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് ആൾക്കാർ ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കാം, ഇൻഡിപെൻഡന്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഓക്കെ, ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ ആയിരിക്കില്ല അവരുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവർ തന്നെ ആയിരിക്കും. സംഭവം ഓണേഴ്സ് ഗവൺമെന്റ് ഒക്കെ ആണെങ്കിലും ഈ പറയുന്ന
ഓഡിറ്റിംഗ് വരുമ്പോഴും അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ വരുമ്പോഴും എന്താണെന്നാണ് പറയുന്നത്, ഗവൺമെൻറ് അല്ല അത് ചെയ്യുന്നത്. അവർ സ്വന്തമായിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെതായ റൂൾസും സംഭവവും കാര്യങ്ങളും, സെപ്പറേറ്റ് റൂൾസും സംഭവവും കാര്യങ്ങളുണ്ട്, അവർക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുന്നുള്ളതല്ല. പക്ഷെ ഗവൺമെൻറ് നോർമലി വെച്ചേക്കുന്ന കുറേ റൂൾസും സംഭവം കാര്യങ്ങൾ അത് അവർക്ക് ഫോളോ ചെയ്യണമെന്നില്ല. അവരുടേതായ ആക്ട് വഴി അവർ ഫോം ചെയ്യുമ്പോൾ ആക്ടിൽ തന്നെ കുറേ റൂൾസും സംഭവവും കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ടാണ് അവർ ഓഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം, സർവീസ് മോട്ടോ. നമ്മൾ ബാക്കിയുള്ളതെല്ലാം നോക്കിക്കഴിഞ്ഞാലും എന്താണ് മെയിനായിട്ടും എയിം എന്താണ്, പ്രോഫിറ്റ് എന്നുള്ളതാണ്. സർവീസ് ഒക്കെ ആണ് എല്ലാം ഓക്കെ ആണെങ്കിലും മെയിനായിട്ടും പ്രോഫിറ്റ് എന്നുള്ള രീതിയായിരിക്കും. പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഇങ്ങനെ പ്രോഫിറ്റ് എന്നുള്ള സംഭവമല്ല, അവർക്ക് എന്താണ് സർവീസ് ആണ്. ഇപ്പൊ RBI എന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ അവർ ബാക്കി നോട്ട്സും സംഭവവും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്നതല്ല, സർവീസ് ആണ്, സൊസൈറ്റിയെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ പറയുന്ന ഇതില് നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അവരെന്തെങ്കിലും ചോദിക്കുവാണ്, കുറേ ഇത് ചോദിച്ചിട്ട് വിച്ച് ഇസ് നോട്ട് ദി ഫീച്ചർ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് കണ്ടാൽ അപ്പോഴേ വിട്ടേക്കണം. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് മോട്ടീവ് ഇല്ല, അവർക്ക് മെയിനായിട്ടും സർവീസ് മോട്ടീവാണ്. ഓക്കെ, ഫീച്ചേഴ്സ് സെറ്റാണേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്തയിലോട്ട് നമുക്ക് പോവാം. റെയിൽവേസ് ആൻഡ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ദേ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ മൂക്കിൽ ഡയറക്റ്റായിട്ട് തൊടുന്നതിന് ഇങ്ങനെ പോകാമെന്നുള്ള രീതിയിൽ അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ ചോദിച്ചേക്കുന്നത്. എക്സാമ്പിൾ വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റേത് ആക്ട് ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞ് കുറേ പറഞ്ഞ് നമ്മളെ വിഷിപ്പിച്ച്, ഇവിടെ അങ്ങനെയുള്ള കീവേഡും സംഭവം കാര്യങ്ങളൊന്നുമില്ല. എക്സാമ്പിൾ കൊടുത്തിട്ട് ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഏത് പബ്ലിക് സെക്ടർ ആണെന്നുള്ളത്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം. നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊന്ന് എന്താ പറയുക മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും അവിടെങ്ങാണ്ട് കിടക്കുന്ന എക്സാമ്പിൾസ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും നമ്മുടെ മൈൻഡിൽ അത് വരണം. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ? പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, റെയിൽവേ. ഓക്കെ, അവിടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഹന്ന. നമുക്ക് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് കാണിച്ചതാണ്. ഓക്കെ, നോക്കാം. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ഇതേ അടക്കുന്നു, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഓക്കെ ആണേ, നമുക്ക് എഴുതി വെക്കാം. ഇനി അങ്ങനെ ഒരു സംഭവം വേണ്ട. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 ഫീച്ചേഴ്സും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു, എക്സാമ്പിൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് പിന്നെ പറഞ്ഞു എന്താണ് ഫീച്ചേഴ്സും കൂടെ എഴുതാൻ അവർ പറഞ്ഞു. നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. 2 ഫീച്ചേഴ്സാണ്. ഇതിൻ്റെ വേറെ എസ്സേ പോലുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. ഇവിടെ ജസ്റ്റ് 2 ഫീച്ചേഴ്സ് മാത്രം നോക്കാം. ഫണ്ടിങ്ങും മിനിസ്ട്രി കൺട്രോൾ. ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ നിന്നായിരിക്കും വരുന്നത്? ഗവൺമെൻറ് ട്രഷറിയിൽ നിന്നായിരിക്കും. അതാണ് മെയിനായിട്ട് ഓർത്ത് വെക്കുന്നത്. ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? ഗവൺമെൻറ് ട്രഷറിയിൽ നിന്നാണ് അവർക്ക് ഫണ്ടിങ് വരുന്നത്. അതേപോലെ അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയാൽ അവർ എങ്ങോട്ടാണ് തിരിച്ചു കൊടുക്കുന്നത്? ഗവൺമെൻറ് ട്രഷറിയിലോട്ടായിരിക്കും. ഓക്കെ, ഫണ്ടിങ് കിട്ടുന്നത് ഗവൺമെൻറ് ട്രഷറിയിൽ നിന്ന്, അവർക്ക് കിട്ടുന്ന ഫണ്ട് അവർ ഇടുന്നതും എങ്ങോട്ടായിരിക്കും? ഗവൺമെൻറ് ട്രഷറിയിലോട്ടാണ്. അതേപോലെ മിനിസ്ട്രി കൺട്രോൾ, അത് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാവുന്ന കാര്യമാണ്. ഞാൻ കീപ്പ് വേർഡ് ആദ്യമേ പറഞ്ഞ എന്താണ്, മിനിസ്ട്രിയുടെ ഡയറക്റ്റ് കൺട്രോളിലാണ്. ഓക്കെ, ഡയറക്റ്റ് കൺട്രോളിലാണ് ഏതാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണേ? ഇനി അടുത്ത നോക്കാം. ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ആയിട്ട് തോന്നും, ഞാൻ പറഞ്ഞ പോലെ പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. മറ്റേ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിൽ നിന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, ചോദിക്കുമ്പോൾ നമ്മൾ അത് അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് ആയിരിക്കും, ഇങ്ങനെ കുറേ ചോയ്സ് കൊടുത്തേക്കും, അതിൽ നിന്നും 3 എണ്ണം എഴുതുക, 4 എണ്ണം എഴുതുക, പിക്ക് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. സോ നമ്മൾ ഏതെങ്കിലും പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെടും. അപ്പം അതുകൊണ്ട് എല്ലാം പഠിച്ചു പോയത് സിമ്പിളാണ്. നിങ്ങൾക്ക് കുറേ ഇരുന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഏതൊന്നും ഇരുന്ന് പഠിക്കേണ്ട ഒരു ചാപ്റ്ററേ അല്ല. നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു?
ഇൻഡയറക്റ്റ് ആയിട്ട് അവർ കുറേ ചോദിച്ചു അല്ലേ. ഇൻഡയറക്റ്റ് ആയിട്ട് ആക്ട് ഓഫ് പാർലമെന്റ്. ഇവിടെ അവർ ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് സംഭവം കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സംഭവം കാര്യങ്ങളുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് എനി 2 features of statutory cooperation, 2 മാർക്കിനും. എക്സ്പ്ലെയിൻ എനി 3 features of statutory cooperation. ലിസ്റ്റ് ഔട്ട് എനി 3 merits of a statutory cooperation. വീണ്ടും റൈറ്റ് എനി 3 features of statutory cooperation. 2 ഫീച്ചർ 3 ഫീച്ചർ അങ്ങനെ പറഞ്ഞ് അവർ കുറേ കൊടുത്തേക്കുവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഫോംഡ് ബൈ എ സ്പെഷ്യൽ ആക്ട്, ഓണർഷിപ്പ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഫിനാൻഷ്യൽ ഓട്ടോണോമി, നോ ഗവൺമെന്റ് സർവൻസ്, ഇൻഡിപെൻഡന്റ് ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് സർവീസ് മോഡ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓരോന്ന്. ഇനി അടുത്തത് ചോദിച്ചേക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം 3 മെറിറ്റ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ മെറിറ്റ്സ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഹൈ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെയിൻ ആയിട്ടൊരു പോയിന്റ് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനൊക്കെ ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇവർ ഓട്ടോണോമസ് ആണ്. ഓക്കെ, ഇവർ സെപ്പറേറ്റ് ആണ്, ഗവൺമെന്റ് ആണ് ഇതിന്റെ കൺട്രോളും സംഭവവും കാര്യങ്ങളും ഒക്കെ എങ്കിൽ പോലും എന്താണെന്നാണ് നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞത്, ഇവർ ഓട്ടോണോമസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഗവൺമെന്റിന്റെ കൺട്രോളിലല്ല അവർ. ഓക്കെ, അത് മാത്രം ആലോചിച്ചാൽ മതി, ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കൺട്രോളിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. അവർക്ക് കാര്യങ്ങൾ എടുക്കാനാണെങ്കിലും അല്ലെ ഡിസിഷൻസ് എടുക്കാനാണെങ്കിലും മാറ്റം കൊണ്ടുവരാനാണെങ്കിലും കുറേ അവരെന്താണ് ഗവൺമെന്റിൽ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർ തന്നെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാണ്. നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ പറഞ്ഞ പോലെ എന്താണ്, ഒറ്റൊരാളേ ഉള്ളൂ, അയാൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ എന്താണെങ്കിലും അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ഒറ്റൊരാളല്ല, പക്ഷെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഹൈ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കുറച്ചുകൂടെ സുതാര്യമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. അടുത്ത് നോക്കാം, ലീസ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ്. നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഗവൺമെന്റ് ആണ് ഓണേഴ്സും, അതൊക്കെ ശരിയാണ്, ഓക്കെയാണ്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് അവർക്ക് ചെന്ന് എന്താണ് ഇതിലോട്ട് പോയി ഇന്റർഫിയർ ചെയ്ത് അവരുടെ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ നടക്കത്തില്ല. അവരവരുടെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ടുപോകും. കറക്റ്റായിട്ട് പോകണം. അവർക്ക് റൂൾസ് റെഗുലേഷൻസും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ തോന്നിയ പോലെ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല. പക്ഷെ എന്താണ് മെയിനായിട്ടും എന്താണ് പറയുന്നത്, അവർക്ക് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ഭയങ്കരമായിട്ടുള്ള ഇന്റർഫിയറൻസും കാര്യങ്ങളും ഇല്ല. അവരുടെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതനുസരിച്ച് അവർ പോയാൽ മതി. ഇനി ഓട്ടോണോമസ് സ്റ്റേറ്റസ് ആണ്. ഞാൻ നേരത്തെ നമ്മൾ കുറേ പോയിന്റിൽ കണ്ടതാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ സെറ്റ് ഓഫ് എന്താണ് റൂൾസും റെഗുലേഷൻസും സംഭവം കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ സംഭവം കാര്യങ്ങളും അനുസരിച്ചായിരിക്കും അവരെന്തായിരിക്കും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് അവർ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ബാക്കിയുള്ള ഇന്റർഫറൻസ് സംഭവം കാര്യങ്ങളും ഒന്നും അവിടെ വരുന്നില്ല. അവരുടെ പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ട്, അതനുസരിച്ച് അവർ പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ഹെൽപ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ കണ്ടൊരു പോയിന്റ് ആണ്, എന്താണ് സർവീസ് മോട്ടോ ആണ് അവരുടെ മെയിൻ ഒരു ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞല്ലേ. സർവീസ് ആണ് മെയിൻ ഫീച്ചർ. സർവീസ് വിട്ടിട്ട് അവരൊരു കളിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മെയിനായിട്ടും എന്തായിരിക്കും വരുന്നത്, ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലും അവർക്ക് സർവീസ് ആണ്, സൊസൈറ്റിയെ സെർവ് ചെയ്യണം. അപ്പം സൊസൈറ്റിയെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്താണ്, സിമ്പിളാണ്, എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെയും ആ പറയുന്ന കാര്യങ്ങളിലും ഇവർ ഈ ഗവൺമെന്റ് വലിയ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ പോലും പ്രൈവറ്റ് ആവുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ ഹെൽപ്പോട് കൂടി തന്നെ അവരെന്താണ് എക്കണോമിക് ഡെവലപ്മെന്റിലും അവർ നല്ല ആക്റ്റീവ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി നോക്കാം, സ്റ്റെബിലിറ്റി. സിമ്പിളായിട്ട് ആലോചിക്കാം, നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ റിലേറ്റ് ആയിട്ട് വന്നേക്കുവാണ്. ഇവർ ഓട്ടോണോമസ് ആണ്, ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർ തന്നെയാണ് ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് പോലെ അവരൊറ്റപ്പെട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു പോവാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ പുറത്തുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസും സംഭവവും കാര്യങ്ങളും ഇവരെ എഫക്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? നോർമലി നമ്മൾ എന്താണ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഏത് ഗവൺമെന്റ് ആണെന്നോ വരുന്നത് അതനുസരിച്ച് കുറേ മാറ്റങ്ങൾ അവിടെ വരും എന്നുള്ളത്. പക്ഷെ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്,
പല ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ഇൻ്റർഫിയറൻസ് അവർക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചേഞ്ചസ് വരുമ്പം ഇവരെ കൂടുതൽ എഫക്റ്റ് ചെയ്യും. ഓഫ്കോഴ്സ് നമ്മുടെ എന്തെങ്കിലും എന്താ പറയുക പൊളിറ്റിക്കലി ചേഞ്ചസ് വന്ന എഫക്റ്റ് ഒട്ടും ചെയ്യത്തില്ല എന്നല്ല, പക്ഷെ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഫുൾ തകിടം മറിയാന്നുള്ളൊരു സംഭവം ഇവിടെ വരത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയേ? കുഴപ്പമൊന്നുമില്ലേ? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്നുള്ളത് നമ്മൾ പല രീതിയിൽ കണ്ടു. എന്തായിരുന്നു ഫസ്റ്റ് കണ്ടത്? ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നതായിരുന്നു സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് എന്നുള്ള രീതിയിലാണ്. ആ ഒരു രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചത് എന്താണ്? എക്സാമ്പിൾസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ കണ്ട പോലെ ഫീച്ചേഴ്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, കൂടുതലും എന്താണ് അവർ ചോദിക്കുന്നത്? ഫീച്ചേഴ്സ് ആണ് കുറേ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫീച്ചേഴ്സ് എക്സാമ്പിൾസും മെറിറ്റ്സും ചോദിച്ചിട്ടുണ്ടില്ല എന്നല്ല, പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതും. ഓക്കെ, മെയിനായിട്ടും നമ്മൾ ചില പോർഷൻസ് പറയത്തില്ലേ, എല്ലാം നമ്മൾ പഠിക്കും, പക്ഷെ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ നോക്കുന്ന കുറച്ച് ചാപ്റ്റർ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കത്തില്ല. അങ്ങനെ മാറ്റി വെക്കേണ്ടതാണ് ഏതാണ്? ഫീച്ചേഴ്സും എക്സാമ്പിൾസും. ഓക്കെ, പല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിലാണ് കൂടുതലും ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. നമ്മുടെ മെയിൻ ഹെഡിങ് തന്നെ എന്തായിരുന്നു? പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഹെഡിങ്. അതിൽ പ്രൈവറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ ഫോംസ് ബിസിനസ് ഓർഗനൈസേഷനിൽ പഠിച്ച സംഭവങ്ങളൊക്കെ അത് വരുന്നതാണ് പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ. പബ്ലിക്കിൽ നമ്മൾ കണ്ടു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, പിന്നീട് എന്തായിരുന്നു ലാസ്റ്റ് വന്നത്? ഗവൺമെന്റ് കമ്പനി. കണ്ട കാര്യമാണ്, കുഴപ്പമില്ല. അടുത്ത ഹെഡിങ് ആണ് എന്താണ്? ഗ്ലോബൽ എന്റർപ്രൈസ്. ഓക്കെ, അപ്പം അത് നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെയാണ് ഇവർ ചോദിച്ചേക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഈ ക്വസ്റ്റ്യനിലും ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2 ഫീച്ചേഴ്സ് എന്നുള്ളത് വിടും, നമുക്ക് മെയിനായിട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എന്റർപ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് ദിസ് എന്റർപ്രൈസ്. 3 പോയിന്റ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അടുത്തത് നോക്കാം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എന്റർപ്രൈസസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 ചോദിച്ചിരിക്കുന്ന ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എന്റർപ്രൈസ്. ഓക്കെ, അത് 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, ഹൗ ഫാർ ഗ്ലോബൽ എന്റർപ്രൈസസ് ബെനിഫിറ്റഡ് ടു എ നേഷൻ. അതെന്താണ് ചോദിച്ചിരിക്കുന്നത്? അവർ കൂടുതലും ബെനിഫിറ്റ്, നമുക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് എന്നുള്ളത്. അപ്പം മെറിറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആയിരിക്കും, ഞാൻ ഫീച്ചേഴ്സ് മാത്രമേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ഇല്ല, നിങ്ങൾ ആ പഠിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് എൻ്റെ മെറിറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. കാരണം അതെല്ലാം ഇത് മെറിറ്റാണ്. അതുകൊണ്ട് ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, മെറിറ്റ്സ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിടരുത്. നമ്മൾ ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് മെറിറ്റായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ എഴുതുന്ന രീതി പോലെ ഇരിക്കും, ഫീച്ചർ പോലെ എഴുതരുത്, മെറിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ അത് എഴുതണം. ഓക്കെ, അടുത്ത് നോക്കാം. വാട്ട് ആർ ഗ്ലോബൽ എന്റർപ്രൈസസ്? ലിസ്റ്റ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ്. അത് 2 വർഷം ചോദിച്ചിട്ടുണ്ട്. 2021 മാർച്ചും 2021 ഇംപ്രൂവ്മെന്റും ചോദിച്ചിട്ടുണ്ട്. പിന്നെ 2022 മാർച്ചിലും, അതും എല്ലാം 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് അവർ ചോദിച്ചേക്കുന്നത്. അടുത്തത് നോക്കാം, വാട്ട് ഇസ് MNC? എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് MNC. അടുത്തത് MNC എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നുള്ളത്. അത് വരുമ്പോഴും നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഗ്ലോബൽ എന്റർപ്രൈസിൻ്റെ അത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഗ്ലോബൽ എന്റർപ്രൈസേ പഠിച്ചിട്ടുള്ളൂ, MNC ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നും പറഞ്ഞിരിക്കരുത്. രണ്ടും എന്താണ്? സെയിം ആണ്, രണ്ടും ഗ്ലോബൽ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയാൽ മതി. എന്താണ് ചോദിച്ചത്? ഫീച്ചേഴ്സ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഇൻഡിവിജ്വലി എന്നുള്ള രീതിയിൽ, ഡയറക്റ്റ് ആയിട്ട് എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുള്ളതും ഇതാണ്. ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് പല രീതിയിലും ചോദിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. അത് ഞാൻ പറഞ്ഞ 2 മാർക്കിന് 3 മാർക്കിന് 5 മാർക്കിന് അങ്ങനെ പല ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കിനി ഏത് ഇതിലാണ് ചോദിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ഓക്കെ, നമ്മളിത് കണ്ടത് വെച്ച് 2 ഫീച്ചർ മാത്രം പഠിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, നമ്മളെല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് ഏത് ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഗ്ലോബൽ എന്റർപ്രൈസ് അല്ലേ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഇത്
സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ജയന്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് വിച്ച് ഓപ്പറേറ്റ് ഇൻ അഡീഷൻ ടു ദ കൺട്രി ഇൻ വിച്ച് ദേ ഇൻകോപ്പറേറ്റഡ് ഇൻ മോർ ദാൻ വൺ കൺട്രി. ഞാൻ എല്ലാം വെട്ടിക്കളഞ്ഞല്ലേ. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ നോക്കിയതാണ്, ക്ഷമിക്കണം. ഓക്കെ, വിച്ച് ഓപ്പറേറ്റ് ഓക്കെ ഇൻ അഡീഷൻ ടു ദ കൺട്രി ഇൻ വിച്ച് ദേ ആർ ഇൻകോപ്പറേറ്റഡ് ഇൻ വൺ. കുറെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്, നമുക്കതെന്താണെന്നുള്ളത് നോക്കാം. MNC എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇതിനെയും കയറി നമ്മൾ MNC നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ MNC എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വിച്ച് ഓപ്പറേറ്റ് ഇൻ അഡീഷൻ ടു ദ കൺട്രി ഇൻ വിച്ച് ദേ ആർ അവർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻകോപ്പറേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ ഫോർമേഷൻ ഓഫ് കമ്പനി അത് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണെന്നുള്ളത്. ഇപ്പം നമുക്ക് ആലോചിക്കേണ്ട ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. അവർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയിലായിരിക്കാം. ഓക്കെ, ആ കൺട്രിക്ക് ഉപരി വേറെ കുറേ കൺട്രീസിൽ അവർക്ക് അതിൻ്റെ ബ്രാഞ്ചസ് എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ, കമ്പനി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ, ആ പറയുന്ന കമ്പനിയെ നമുക്ക് എന്താണ്? MNC എന്ന് വിളിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KFC അല്ലേ? KFC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മാത്രം ഉള്ളതാണോ? അല്ല, കുറേ അടുത്ത് പല രാജ്യങ്ങളിലുണ്ട്. അവർക്ക് മെയിനായിട്ടൊരു ഹോം ടൗൺ കാണും, മെയിനായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരിടത്തായിരിക്കും. എല്ലായിടത്തും ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ നിന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ പല കൺട്രീസിലും, ഇന്ത്യയിൽ മാത്രമാണ്, ഇന്ത്യയിലല്ല, അമേരിക്കയിലുണ്ട്, ലണ്ടനിലുണ്ട്, എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ KFC എന്നുള്ളൊരു സംഭവം ഉണ്ട്, മിക്കയിടത്തും ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരിടത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇൻകോപ്പറേറ്റ് ചെയ്തിടത്ത് മാത്രമല്ല അവർക്ക് ബിസിനസ് ഉള്ളത്, അവർക്ക് പുറത്ത് എല്ലായിടത്തും ഉണ്ടെങ്കിൽ അവരെ എന്ത് വിളിക്കാം? നമുക്ക് MNC അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നുള്ള രീതി വിളിക്കാം. ഇനി അവരെ ക്യാരക്ടറൈസ് ചെയ്തേക്കുന്ന എന്തൊക്കെ രീതിയിലുള്ളതാണ് കൊടുത്തേക്കുന്നത്, അത് നമുക്ക് ഫീച്ചേഴ്സ് എന്നുള്ള രീതി പഠിക്കാം അല്ലേ? നമ്മൾ 2 വട്ടം പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറിറ്റ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞാലും ഇത് തന്നെ എഴുതണം. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ആ മെറിറ്റ്സ് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫീച്ചേഴ്സായിട്ടും മെറിറ്റ്സ് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓരോ നോക്കാം. ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്. അപ്പം ഇതെല്ലാം പഠിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ പറയുന്ന ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് എന്നുള്ള സംഭവം, അല്ലെങ്കിൽ MNC എന്ന് പറയുമ്പോൾ എന്താണ്? പല രാജ്യങ്ങളിലുണ്ട്. ഓക്കെ, അപ്പോൾ പല രാജ്യങ്ങൾക്ക് ഇവർക്ക് ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ മെയിനായിട്ടും എന്താണ് ആലോചിക്കുന്നത്? വലിയ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പൈസയും ഫണ്ടും കാര്യങ്ങളും ഇല്ലാത്തൊരു കമ്പനിക്ക് അങ്ങനെ നടത്താൻ പറ്റുമില്ല. അത്രയും ഹ്യൂജായിട്ടുള്ള ഈ പറഞ്ഞ പോലെ പൈസയും കാര്യങ്ങളും ഉള്ളവർക്ക് മാത്രമേ പല രാജ്യത്ത് പോയി ബിസിനസ് തുടങ്ങാൻ പറ്റൂ. അപ്പം അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ഫീച്ചർ എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്താണ്? ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ്. അത് പൈസ എന്നുള്ള രീതിയിലല്ല, അവർക്ക് കുറേ ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എന്താണ്, അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതിയല്ല. നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ മീനിങ് എന്തായിരുന്നു പറഞ്ഞത്? ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുന്ന കൺട്രി അല്ലാതെ വേറെ കുറേ കൺട്രീസിൽ അവർക്ക് അവരുടെ സ്ഥാപനം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. കൺട്രിയാണേ പറയുന്നത്, കൺട്രിക്കകത്ത് പല സ്റ്റേറ്റിൽ ഇതുണ്ടെന്നുള്ളതല്ല, പുറത്തെ കൺട്രീസിലുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ നടത്തണമെങ്കിൽ അവർക്ക് മെയിനായിട്ടും എന്തായിരിക്കാം? പൈസ ഇല്ലാതെ വല്ലതും നടത്താൻ പറ്റൂ? ഇല്ല. അപ്പം അത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഫീച്ചർ, ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്. രണ്ടാമതായിരിക്കും ഫോറിൻ കൊളാബറേഷൻസ്. ഓക്കെ, ഇന്ത്യ വിട്ട് പുറത്ത് എവിടെ പോയാലും നമ്മൾ എന്തോ പറയുന്നത്? ഫോറിൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കൺട്രിയിൽ നടത്തുന്നു, ആ കൺട്രിയുടെ പുറത്ത് വേറെ കൺട്രീസുമായിട്ട് അവർക്ക് ബിസിനസ് നടത്തണമെങ്കിൽ അവിടെ മെയിനായിട്ട് എന്തായിരിക്കും? ഫോറിൻ കൊളാബറേഷൻസ് എന്നുള്ള രീതി, പല കൺട്രീസായിട്ട് ഫോറിൻ കൊളാബറേഷൻസ് നടത്തിയിട്ടാണ് MNC എന്നുള്ള രീതിയിൽ അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അത് ഓർക്കാൻ സിമ്പിളാണ്. അടുത്ത് നോക്കാം, അഡ്വാൻസ് ടെക്നോളജി. ഈ പറഞ്ഞ പോലെ ഒരു രാജ്യത്ത് അവർ തുടങ്ങി അവിടെ തന്നെ നിൽക്കുകയാണോ? ഇല്ല. പലയിടത്ത് അവർക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ വെറുതെ പോയി തുടങ്ങാൻ പറ്റും. നമ്മളൊക്കെ ഒരു ഒരു തട്ടുകട, നമ്മുടെ അപ്പുറത്തുള്ള തട്ടുകട തുടങ്ങി അവർ റിസോഴ്സസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവർക്ക് പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയി അതേപോലെ തുടങ്ങാൻ പറ്റുമോ? സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, പറ്റില്ല. അപ്പം അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരുമായിരിക്കും എന്തായിരിക്കും MNC എന്നുള്ള രീതിയിൽ വരുന്നത്. വെറുതെ പൈസ ഉണ്ടെന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മൾ പൈസയുടെ കാര്യം പറഞ്ഞു, ശരിയാണ്, നല്ല കാര്യം. ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ട്, പല കൺട്രീസുമായിട്ട് അവർക്ക് കൊളാബറേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ കൊളാബറേഷൻ എന്നുള്ള രീതിയിൽ നടക്കുമ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടുവാണ്. ഓക്കെ, ക്ലിയർ ആണ്? ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പുറത്ത് രാജ്യത്ത് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളത് ആലോചിച്ചാൽ മതി.
അടുത്ത് നോക്കാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഈ പറഞ്ഞ പോലെ ഓരോ കൺട്രിയിലും പോകുമ്പം അവിടുത്തെ മാർക്കറ്റും അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. അമേരിക്കയിൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ നടത്തുന്ന പോലെ ഇവിടെ നടത്താൻ പറ്റില്ല. ഓക്കെ, സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പം ഈ പറഞ്ഞ പോലെ മെക്ഡൊണാൾഡ്സും ഇതും സംഭവം കാര്യങ്ങളെല്ലാം നമ്മൾ ഫോറിനായിട്ടുള്ള രീതിയിൽ അവിടുത്തെ സെറ്റപ്പ് അവിടുത്തെ രീതിയിലൊക്കെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ തനിമ എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവം വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ മെക്ഡൊണാൾഡ്സും കൂടെ എൻ്റെ ഇടയ്ക്ക് കാണിച്ചാൽ മാത്രമേ ആൾക്കാർ സാധനം വാങ്ങിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു ഫിലിം ഡബ് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ റീമേക്ക് എടുക്കണമെങ്കിൽ തന്നെ എന്താണ് മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോൾ കേരളത്തിലൊരു ഫിലിം തമിഴ്നാട്ടിൽ പോകുമ്പോൾ കേരളത്തിൽ അതേപോലെ എടുക്കാൻ പറ്റുമോ? ഇല്ല. സെയിം സംഭവം തന്നെ ഇത് വരുമ്പോഴും എന്താണ് സംഭവം ഈ പറഞ്ഞ പോലെ മെക്ഡൊണാൾഡ്സ് അമേരിക്കൻ അത് ഇതൊക്കെയാണ് എന്നും പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ എന്താണ് അതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഈ പറഞ്ഞ പോലെ ഒരു മാറ്റമാണ്. എന്നാൽ മാത്രമേ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ള രീതിയിലും എന്താണ് അവർക്ക് വൈഡായിട്ട് അതിനെക്കുറിച്ച് നോളേജും കാര്യങ്ങളുണ്ട്. വെറുതെ പോയി അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഇന്ത്യ 2 പടം കണ്ടിട്ട് ഓക്കെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നാൽ പിന്നെ ഇങ്ങനെ പടം എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും. ഇല്ല. അപ്പോൾ വൈഡ് വെറൈറ്റി ആയിട്ടും വൈഡ് റേഞ്ച് ആയിട്ടും എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇവർക്കറിയാം. സിമ്പിളല്ലേ? നമ്മൾ ആ ഒരു വൈഡ് രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് പോയാൽ മതി. പ്രോഡക്റ്റ് ഇന്നോവേഷൻ അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അല്ലേ? ഈ പറഞ്ഞ പോലെ ഏത് കമ്പനിയും ക്ലിക്ക് ആവണമെങ്കിലും ഏതൊരു നോക്കിയാൽ മതി മൾട്ടിനാഷണൽ കമ്പനി എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴും ക്ലിക്ക് ആവണമെങ്കിൽ മെയിനായിട്ടും എന്താണ് പ്രോഡക്റ്റ് ഇന്നോവേഷൻ തന്നെയാണ്. ഇപ്പം KFCയുടെ എക്സാമ്പിൾ തന്നെ നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് കഥ കേട്ടിട്ടുണ്ടായിരിക്കും. പുള്ളി 65ാമത്തെ വയസ്സിലും കണ്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിനൊരു സീക്രട്ട് നമ്മളെല്ലാം കൊച്ചിലോട്ടേ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എങ്ങാനുണ്ട്, ആർക്കും അതറിയത്തില്ല. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഏതോ സീക്രട്ടായിട്ട് പൊതിഞ്ഞ് കെട്ടിയൊക്കെയാണ് ഇത് വരുന്നത്, ആർക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞൂടെ കണ്ടുപിടിച്ചിട്ടില്ല, സീക്രട്ട് ആണെന്നൊക്കെ പറയുന്ന പോലെ. അത് എന്തുകൊണ്ടാണ്? അതിന് ആ ഒരു ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്നത് എന്തോ സ്പെഷ്യൽ സംഭവമുണ്ട്, ഇതുവരെ ആൾക്കാർ അല്ലെങ്കിൽ കഴിച്ചിട്ടില്ലാത്തൊരു സാധനം ആയതുകൊണ്ടാണ് അത് ഹിറ്റായത്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന സംഭവം അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ അത്രയും ഇതായിട്ട് അവർക്ക് പോകണമെങ്കിൽ അവരുടെ മെയിൻ ഇതെന്തായിരിക്കും? പ്രോഡക്റ്റ് ഇന്നോവേഷൻ തന്നെയാണ്. സാധാ ഉണ്ടാക്കുന്ന ഒരു അല്ലെങ്കിൽ ഓക്കെ നമ്മൾ സോപ്പ് വെറൈറ്റി ആയിട്ട് പ്രോഡക്റ്റ് പിടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ആ സോപ്പ് തേച്ചാൽ നമ്മളെന്താണ് സ്കിൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെളുക്കണം, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ വീറ്റ് കളർ ആവണം, എന്ത് കളറാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഇറക്കുവാണെങ്കിൽ ഓക്കെ ശരിയാ. അല്ലാതെ നമ്മളൊരു സോപ്പ് എന്നുള്ള രീതിയിൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നു അതേപോലത്തെ ഒരു സംഭവം ഇറക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ എന്താണ് മെയിനായിട്ട് പ്രോഡക്റ്റ് ഇന്നോവേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അത്രയും ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും വൈഡായിട്ട് അവർക്ക് വിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇനി എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി അതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അവർ ഒരിടത്ത് തന്നെ നിൽക്കുവാണോ? അല്ലേ? അവരുടെ ഒരു ഹോം ടൗൺ ഉണ്ട്, അല്ലെങ്കിൽ അവർ തുടങ്ങി ഇൻകോപ്പറേറ്റ് ചെയ്ത സ്ഥലമുണ്ട്, എന്നാൽ പിന്നെ ഇവിടെ അങ്ങ് നിൽക്കുക, ഇനി എന്ത് ഇവിടെയൊക്കെ തന്നെ അങ്ങ് തട്ടിമുട്ടിയും ജീവിച്ചു പോകാന്നുള്ള രീതിയിൽ അവർ ആലോചിച്ചാൽ പറ്റില്ല. അവർ ലാർജ് സ്കെയിലാണ് ആലോചിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ത്യയിൽ തുടങ്ങുവാണ്, ഇന്ത്യയിൽ മാത്രമല്ല എനിക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും പോയി അതേപോലെ തുടങ്ങണം എന്നുള്ള അത്രയും ഡീപ്പായിട്ടുള്ള തോട്ട് വെച്ചിട്ടാണ് അവർ ഈ പറയുന്ന സംഭവത്തിലോട്ട് അല്ലെങ്കിൽ കിടക്കുന്നത്. അപ്പോൾ എന്താണ് എക്സ്പാൻഷൻ? മാർക്കറ്റ് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്ത് മാത്രം നിൽക്കുമല്ല, അല്ലെങ്കിൽ 2-3 രാജ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ 2-3 രാജ്യങ്ങൾ അതിൽ MNC ആയതുകൊണ്ട് മാറിക്കാൻ പറ്റൂല. അവർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അടുത്ത് നോക്കാം സെൻട്രലൈസ്ഡ് കൺട്രോൾ. സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലും ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ എല്ലാം ഇത് നടക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇവിടുത്തെ എല്ലാം മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏത് രാജ്യം ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആ പറയുന്ന അവിടെ അവർക്കൊരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ എന്തെങ്കിലും കാണും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കും ഇവരുടെ ആ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അവർ നോക്കി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നോക്കിയിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന അതിൻ്റെ ഒരു മെയിൻ ഹെഡ് അമേരിക്ക ആണെങ്കിൽ അതിനൊരു ബ്രാഞ്ച് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അമേരിക്ക എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇവിടെ കൺട്രോൾ ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ അതിനൊരു ഹെഡ് കാണും, അവിടെ ആയിരിക്കും അതിൻ്റെ കൺട്രോളും സംഭവവും കാര്യങ്ങളും എല്ലാം
നടക്കുന്നത്. ഓക്കെ, അല്ലാതെ ഈ പറയുന്ന ഓരോ ബ്രാഞ്ച് നമ്മുടെ തൊട്ടടുത്താണ് ഒരു KFCയുടെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അവരായിരിക്കും എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവരായിരിക്കും ഡീൽ ചെയ്യുന്നത്. പക്ഷെ വൈഡ് റേഞ്ച് എന്നുള്ള രീതിയിൽ അവരായിരിക്കത്തില്ല. അവർക്കൊരു മെയിനായിട്ട് ഇന്ത്യയിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ കാണും, അവരായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് സെൻട്രലൈസ്ഡ് കൺട്രോളിംഗ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അവർ ഏത് കൺട്രിയിലാണോ, പല കൺട്രീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം അവർക്കൊരു മെയിൻ ഹെഡ് കാണും. ഓക്കെ, സെറ്റാണേ. സുഖമായിട്ട് 7 പോയിന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ചോദിച്ചാലും മെറിറ്റ്സ് ചോദിച്ചാലും ഇതൊക്കെ തന്നെ. മെറിറ്റ്സ് എന്നുള്ള രീതിയിൽ എഴുതുമ്പം തള്ളി അങ്ങ് വിട്ടേക്കണം, എന്താണ് മെറിറ്റാണ് സെറ്റാണ് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നല്ലയാണെന്നൊക്കെ രീതിയിൽ നിന്ന് പറഞ്ഞത്. ഫീച്ചർ ആകുമ്പോൾ അത്രയും തള്ളുന്ന കാര്യമില്ല, പോയിന്റ് മാത്രം അല്ലെങ്കിൽ എന്താണ് അത് സ്റ്റിക്ക് ടു ആ ഒരു രീതിയിൽ ഫീച്ചർ എന്നുള്ള രീതിയിൽ എഴുതിയ പോയാൽ. മെറിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊക്കി പറയാൻ നിർത്തില്ല, കുറച്ചൊന്ന് പൊക്കി അടിക്കുക എന്ന് പറഞ്ഞ് വേണ്ടാത്തൊന്നും എഴുതി വെക്കരുത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രം എഴുതുക. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞാൽ നമ്മൾ തീർന്നു, നമ്മൾ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഓക്കെ, അതേതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് യു മീൻ ബൈ എ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത് എന്താണ് അവർ കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നേ ഉള്ളൂ. നോക്കാം. വാട്ട് യു മീൻ ബൈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്? എക്സ്പ്ലെയിൻ ദ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അടുത്തത് ലിമിറ്റേഷൻസ്. ഓക്കെ, കൂടുതൽ നിങ്ങൾ കണ്ടാലും മനസ്സിലാക്കാം ഫീച്ചേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. മെറ്റ്സും ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ ഇവിടെ വീണ്ടും ഫീച്ചേഴ്സ് വിട്ടൊരു കളിയില്ല. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫീച്ചേഴ്സ് വിട്ടൊരു കളിയില്ല. ഫീച്ചേഴ്സാണ് അവരുടെ മെയിനായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്താണെന്ന് 2 എക്സാമ്പിളും കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനും ഫീച്ചേഴ്സും. അടുത്തത് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് എഴുതാനും. നമുക്ക് നോക്കാം, ഓരോന്നും നോക്കാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു. മിനിസ്ട്രിയുടെ കൺട്രോളിൽ വരുന്നതാണ് എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇത് ഓരോന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കാം. ഇവിടെ ഇപ്പം അവർ ചോദിച്ചേക്കുന്നത് 5 മാർക്ക് എന്നുള്ള രീതിയിലാണ്. നമ്മളെല്ലാം ഫുള്ളൊന്ന് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോകാമെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഫണ്ടിങ്. നമ്മൾ 2 എണ്ണം കണ്ടായിരുന്നു അതിൻ്റെ. ഓക്കെ, 2 ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, കുറച്ചുകൂടെ നമ്മൾ ഇവിടെ കാണാൻ പോവാം. ഫണ്ടിങ് എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഗവൺമെൻറ് ട്രഷറി എന്നാണ് അവർ ഫണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തിരിച്ചു കൊടുക്കുന്നതും എങ്ങോട്ടാണ്? ഈ പറയുന്ന ഗവൺമെൻറ് ട്രഷറിയിലോട്ടായിരിക്കും അവർ കൊടുക്കുന്നത്, കിട്ടുന്ന റവന്യൂ എന്നുള്ളത്. മിനിസ്ട്രി കൺട്രോളും നമ്മൾ കണ്ടതാ. എന്താണ് മിനിസ്ട്രിയാണ്, ഏത് ഇതിൻ്റെ ആണെങ്കിലും മിനിസ്ട്രി എന്നുള്ളത്. ഇപ്പം റെയിൽവേയുടെ ഇത് പറയുകയാണെങ്കിൽ റെയിൽവേക്ക് ഒരു മിനിസ്ട്രിയും സംഭവവും കാര്യങ്ങളും ഉണ്ട് അല്ലേ, മിനിസ്റ്റർ എന്നുള്ള രീതിയിലുണ്ട്. നമ്മുടെ പാർലമെന്റ് സെഷനും സംഭവം കാര്യം അവിടെ ആൻസറബിൾ ടു എന്താണ് പാർലമെന്റിന് അവർ ആൻസറബിൾ ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റിനോട് അവർ ആൻസർ, കാരണം ഗവൺമെന്റിന് ഡയറക്റ്റ് കൺട്രോളിൽ വരുന്നതാണ്. ഇനി ഓഡിറ്റ് കൺട്രോളും. ഓഡിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ് ഗവൺമെന്റിൻ്റെ ഇതനുസരിച്ചായിരിക്കും അവരുടെ ഓഡിറ്റും അക്കൗണ്ടിങ്ങും സംഭവവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, അവർ ഓട്ടോണമസ് ആണ്, അവർ തന്നെ ചെയ്തോളൂ, അവരുടെ കാര്യം നോക്കാം, വേറെ ആരും വേണ്ട എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും, ഗവൺമെന്റ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. അടുത്ത നോക്കാം എംപ്ലോയീസ്. എംപ്ലോയീസ് നമ്മൾ അവിടെ കണ്ടായിരുന്നു, അവർ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സർവൻസ് എന്നുള്ള രീതിയിലല്ല, അവർ സെപ്പറേറ്റ് ആൾക്കാരാണ്, അവർ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ എന്താണ് വരുന്നത് ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് അല്ലെങ്കിൽ സെർവൻസ് എന്നുള്ള രീതിയിലാണ് അവരെ കാണുന്നത്. ഓക്കെ, ലാസ്റ്റ് അക്കൗണ്ടബിലിറ്റി. അവരെന്ത് ഇത് കാണിച്ചാലും ആരായിരിക്കും അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്? ആ കൺസേൺഡ് മിനിസ്ട്രി ആയിരിക്കും. ഏത് മിനിസ്ട്രി ആണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആ മിനിസ്ട്രി ആയിരിക്കാം എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്. അവരെന്ത് കാണിച്ചാലും, നമ്മളീ പറയുന്ന പോലെ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് കാണിച്ചാലും ക്ലാസ് ടീച്ചറിനെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങളുടെ പേരൻസിനെ പറയുന്നത് പോലെ, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ത് കാണിച്ചാലും ആരായിരിക്കും ആൻസറബിൾ അല്ലെങ്കിൽ എന്തായിരിക്കും ആ കൺസേൺഡ് ആയിട്ടുള്ള മിനിസ്ട്രിക്കായിരിക്കും കുറ്റം പോകുന്നത്. ഓക്കെ, മറ്റെന്തായിരുന്നു പറഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ആണ്, അവരിതാണ്, അവർക്ക് ഡീൽ ചെയ്യാനും കുറ്റം ഉണ്ടെങ്കിൽ പോലും ഡീൽ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ആൾക്കാരില്ല, മിനിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റേഷൻസ് നോക്കാം. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ നമ്മൾ മെയിനായിട്ട് പറഞ്ഞ എന്തായിരുന്നു, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണെന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്
കുറവാണ്. കാരണം എന്താണ്? മെയിനായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് കാരണം തന്നെയാണ് മെയിൻ പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അവർ കുറേ പ്രോസസ്സിൽ കൂടെ പോകണം. ഓക്കെ, പെട്ടെന്നൊരു സുപ്രഭാതി വന്നിട്ട് ഇങ്ങനെ ചെയ്യാം, എല്ലാം അങ്ങ് പെട്ടെന്ന് സുപ്രഭാതി സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റ് ചെയ്യും എന്നുള്ളതല്ല. പക്ഷെ കുറച്ചുകൂടെ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ ഈ പറഞ്ഞ പോലെ അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഡിസിഷൻ മേക്കിങ്ങും അതനുസരിച്ച് ഡിലേ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അൺഏബിൾ ടു ടാപ്പ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. മെയിനായിട്ടും ഇവർ ഈ പറഞ്ഞ പോലെ സേഫായിട്ട് കളിക്കാമെന്ന് പറയത്തില്ല. ബിസിനസ്സിൽ നമുക്ക് മെയിനായിട്ടും എന്താണ് വേണ്ടത്? നമുക്ക് റിസ്ക് എടുത്താലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, റിസ്ക് കൂടുന്തോറും ഉയരം കൂടുന്തോറും ചായയുടെ ഇത് കടുപ്പോ അല്ലെങ്കിൽ രുചിയോ കൂടുന്നു പറയുന്നത് പോലെ റിസ്ക് കൂടുന്തോറും എന്താണ്, പ്രോഫിറ്റും നമുക്ക് എന്താണ്, പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണെന്നാണ് പറയുന്നത്. അതേപോലെ ഇവിടെ കുഴപ്പം എന്താണ്, അവർ ഭയങ്കര എന്താ പറയുക, കോഷ്യസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടാണ്. അവർ റിസ്ക് ഒന്നും അവരെടുക്കത്തില്ല. അവർക്ക് റിസ്ക് എടുക്കുന്നതിനൊന്നും താല്പര്യമില്ല. അവർ ഭയങ്കര സേഫ് സോണിൽ കളിക്കാന്ന് പറയത്തില്ല. സേഫ് സോൺ, നിങ്ങൾ ബിഗ് ബോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അങ്ങനെ കാണുന്നതുകൊണ്ടുള്ള സേഫ് സോണോ അറിയില്ല. ഓക്കെ, അങ്ങനെ സേഫ് സോണിൽ കളിക്കുന്ന ആൾക്കാരാണ് എന്താണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അണ്ടർടേക്കിംഗ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റീസ് അല്ലെ ബിസിനസ് എന്നുള്ള രീതിയിൽ, അത്ര ഒരു ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അണ്ടർടേക്കിംഗ് വരില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി റെഡ് ടാപ്പിസം എന്നുള്ളത് നമ്മൾ ഏത് ഗവൺമെന്റ് ഇത് പോയാലും നമുക്കറിയാം എന്താണ്, കുറേ ന്യൂനമലകളുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് ചെന്നിട്ട് ചെയ്യുന്നതിന് പകരം കുറേ കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് ആകെ നമ്മൾ ലാസ്റ്റ് എന്താ പറയുക, ഇപ്പം ഇങ്ങനെ പോകുന്നതിന് പകരം ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറി കുറേ പ്രോസസ്സ് അല്ലെങ്കിൽ കുറേ ഈ പറയുന്ന ലെവൽസ് ഉണ്ടെന്ന് പറയുന്ന പോലെ, അതാണ് റെഡ് ടാപ്പിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു പോയില്ല. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്, ഓഫ് കോഴ്സ് ഗവൺമെൻറ് എന്നുള്ള രീതിയിലാണ്, ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസും കൂടുതലാണ്. ഓക്കെ, നമ്മൾ നോർമലായിട്ട് പറയത്തില്ല, നമുക്കൊന്നും നടക്കത്തില്ല, അവർക്ക് വലിയതാണ് ഗവൺമെൻറ്, അല്ലെ ഇന്ന ഗവൺമെൻറ്, ഏത് പാർട്ടി ആണെങ്കിലും ഈ പറയുന്ന പോലെ അവരായിരിക്കും ഡെസിഷൻസ് എടുക്കുന്നുള്ള രീതിയിൽ പറയുന്നത് പോലെ സെയിം സംഭവം തന്നെ ഇവിടെ വരുമ്പോഴും എന്താണ്, കൂടുതലും ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഏത് ഗവൺമെൻറ് ആണോ വരുന്നത്, ഏത് പാർട്ടിയാണോ വരുന്നത്, അതനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ വരുന്നത്. ഇനി കൺസ്യൂമർ നീഡ് ഇഗ്നോർഡ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ ഇപ്പം പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾ കാണും കുറേ കോമ്പറ്റീഷൻ കാണും. എന്താ പറയുക, കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ കാണും. അവരിങ്ങനെ പ്രൈസ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ മാക്സിമം എന്താണ് അവർ ചെയ്യുന്നത്. എന്നാലും ഇപ്പം നമ്മളൊരു ഹോട്ടലെടുത്താൽ പോലും അവിടെ എന്താണ്, അവർ മാക്സിമം നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ ഇടാവും. കാരണം ബാക്കിയുള്ള ഇതിൽ നിന്ന് അത്രയും വ്യത്യാസമായിട്ട് അവരെ ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ്. കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അതേപോലെ അവർ വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ എന്താണ് കുഴപ്പം വരുന്നത്, അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ആ മിനിസ്റ്റർ ഇപ്പോൾ റെയിൽവേയുടെ ഇത് തന്നെ എക്സാമ്പിൾ കൊടുക്കുക, എന്തൊക്കെ കുഴപ്പങ്ങളാണല്ലേ റെയിൽവേയിൽ. അത് ഇന്ന ഗവൺമെൻറ് എന്നുള്ളതല്ല, ഏത് ഗവൺമെൻറ് വന്നാലും ഈ പറയുന്നത് നമുക്ക് കുറേ ഇതുണ്ടല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം, നമുക്ക് ഒട്ടും പറ്റാതെയാണല്ലേ ട്രെയിനിൽ പോകുമ്പോൾ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ എന്താണ് സീറ്റും സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് വേറൊരു സത്യം. പക്ഷെ ഒരു പോയിന്റിൽ നിന്ന് എന്താണ് വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പം മെയിൻ്റെനൻസ് എന്നുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ബുദ്ധിമുട്ടാണ് റെയിൽവേ ട്രാവൽ ചെയ്യുന്നുള്ള രീതിയിൽ അല്ലേ. അപ്പം അത് തന്നെ ആലോചിച്ചാൽ മതി. അത് വെച്ചിട്ട് ആലോചിക്കുക, ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമ്മുടെ നീഡ്സും സംഭവം കാര്യങ്ങളും കുറേ എന്താണ് അവഗണിക്കപ്പെടുകയാണ്. ഓക്കെ, സോ ഇവിടെ വരുമ്പോൾ എന്താണ്, അങ്ങനെയുള്ള കൺസ്യൂമർ നീഡ്സും കാര്യങ്ങളും നോക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആയേ? അതാണ് നമ്മൾ പഠിച്ച ഏതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ നമ്മുടെ ഓണം മാരത്തോണിൻ്റെ അവസാനത്തെ കലാശക്കൊട്ട് എന്നുള്ള രീതിയിൽ അവസാനത്തെ ക്വസ്റ്റ്യനാണ് നമ്മുടെ ഗവൺമെൻറ് കമ്പനീസായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഫീച്ചേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യുക എക്സാമ്പിളും വെച്ചിട്ട് ഈ പറയുന്ന ചാപ്റ്ററിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. അതാണ് ആദ്യം തന്നെ കൊടുത്തേക്കുന്നത്, ഐഡൻറ്റിഫൈ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ക്രിയേറ്റഡ് ബൈ ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് പറഞ്ഞത് ആ പോയിന്റ് ആണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ആണെങ്കിലും 2013 എന്ന് ചോദിച്ചാലും അപ്പോഴേ ആലോചിക്കണം ഏതാണ് ഗവൺമെൻറ് കമ്പനി എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ 2 മെറിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ചോദിച്ചേക്കുന്നത് സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഗവൺമെൻറ് കമ്പനി.
റൈറ്റ് എനി 2 limitations ഓഫ് ഗവൺമെൻറ് കമ്പനി. ഓക്കെ, ഇവിടെ മെറിറ്റ് ചോദിച്ചിട്ടുണ്ട്, ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ഡിസ്ക്രൈബ് ദി ഗവൺമെൻറ് കമ്പനി 2 examples. ഇവിടെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടില്ലല്ലേ? നൈസ്. ഇത് ആദ്യമായിട്ടായിരിക്കും ഫീച്ചേഴ്സ് ചോദിക്കാത്തൊരു സംഭവം, അത്ഭുതമായിട്ട് നോക്കി. മറ്റേതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് ചോദിച്ച് ഇതിൻ്റെ വിട്ടുപോയതായിരിക്കാം. ചോദിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കല്ലേ, പഠിച്ചോണം ഫീച്ചേഴ്സ് ആണെങ്കിൽ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സും അതേപോലെ അതിൻ്റെ ലിമിറ്റേഷൻസും ആണ്. എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, അതുകൊണ്ട് അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. നോക്കാം, ബെനിഫിറ്റ്സ് ഓർ മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഫസ്റ്റ് വന്നത് ഈസി ഫോർമേഷനാണ്. ഈ പറഞ്ഞ പോലെ കമ്പനീസ് ആക്ട് 2013 എന്നുള്ള രീതിയിൽ ഈസി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അതിലേക്കും ഷെഡാ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ഇതൊക്കെയാണ് ഫോം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. കമ്പനീസ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അത് ഇല്ല ഇവിടെ. ഓക്കെ, ഇവിടെ നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം കുറച്ചുകൂടെ അതിൻ്റെ ഫോർമേഷൻ എളുപ്പമാണെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കാം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. പറഞ്ഞ പോലെ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ ഓണേഴ്സ് സംഭവം കാര്യങ്ങളൊക്കെ. പക്ഷെ കമ്പനി എന്ന് പറയുമ്പം കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഇവർ പോകുന്നത്. അപ്പം കമ്പനി എന്ന് പറയുമ്പം നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് റൂള് വിട്ടിട്ടൊരു കളിയില്ല. എന്താണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. കമ്പനി വേറെ, ഓണേഴ്സ് വേറെ, രണ്ടുപേരും രണ്ട് വഴിക്ക് പോക്കണം. അടുത്തത് ക്വിക്ക് ഡിസിഷൻ. നമ്മൾ കമ്പനി എന്നുള്ള നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള രീതിയിൽ പഠിച്ചില്ല, അത് ഓർത്താൽ മതി. ഇവിടെ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ നോക്കുക. ഈ പറഞ്ഞ പോലെ ഡിസിഷൻ എടുക്കാനും സംഭവം കണ്ടത് കുറച്ചുകൂടെ, കാരണം കുറേ പേര് കാണും ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള രീതിയിൽ. അതിൽ നിന്ന് പക്ഷേ എന്താണ്, ഡയറക്ടേഴ്സ് ഉണ്ട്, അവരായിരിക്കും അപ്പം ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇനി എൻജോയ്സ് ബെനിഫിറ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ഓണ്ടർപ്രൈസസ്. ഈ പറഞ്ഞ പോലെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൈവറ്റ് സെക്ടർ ഓണ്ടർപ്രൈസസിൻ്റെ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ള പറയുമ്പോൾ നമ്മൾ കമ്പനി എന്നുള്ള രീതിയിലാണ് ഇത് വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആ പറയുന്ന കുറേ ബെനിഫിറ്റും പ്രിവിലേജസും എന്താണ് ഈ പറയുന്ന ഗവൺമെൻറ് കമ്പനിക്ക് എന്നുള്ള രീതിയിൽ. കാരണം അവർ കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് പോകുന്നത്. ഗവൺമെൻറ് കമ്പനിയായിട്ട് എന്ത് കമ്പനി ആയിക്കോട്ടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം പോകുന്നതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിൻ്റെ ആണെങ്കിലും കുറേയൊക്കെ പ്രിവിലേജസ് അവർക്കും കിട്ടാറുണ്ട്. ഇനി കർബ്സ് അൺഹെൽത്തി ബിസിനസ് പ്രാക്ടീസസ്. നമ്മൾ കമ്പനി തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങുമ്പോൾ അവർ മെയിനായിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ കോമ്പറ്റീഷനും സംഭവം കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ എന്താണ് കൂടുതലും അവർക്ക് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് കൂടുതലൊരു ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ് മെയിനായിട്ട് ഫോക്കസ് വരുന്നത് കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിലാണ്. അതേപോലെ എന്താണ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ റേറ്റ്. പ്രൈവറ്റിനും ഇതെല്ലാം അവർ അങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഇവിടെ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് സ്റ്റാഫാണ്. ഓക്കെ, കാരണം ഇവർക്ക് ഇവരുടേതായ കുറേ റൂൾസും റെഗുലേഷൻസും സംഭവം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവർ ഈ പറയുന്ന റൂൾസും റെഗുലേഷൻസും അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അതേപോലെയുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗവൺമെൻറ് കമ്പനി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ പറഞ്ഞ പോലെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ. മറ്റേന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോയിൻറ്റ് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ അതിന് സ്പെസിഫിക്കലി എന്താണ് കഴിവും സംഭവം കാര്യങ്ങളും വേണം എന്നുള്ള രീതിയിൽ ഇല്ല. സ്പെസിഫിക്കലി അല്ലെ ആ ഒരു ഏരിയയിൽ വേണം എന്നില്ല. പക്ഷെ ഗവൺമെൻറ് കമ്പനീസ് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ആയിരിക്കും കിട്ടുക. ഇതൊക്കെ തിയറിറ്റിക്കലിയാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതൊന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ, ഞാൻ കണ്ടേക്കുന്ന ഗവൺമെൻറ് കമ്പനിയും ഈ പറയുന്ന ഫീച്ചേഴ്സും അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ആയിട്ടൊന്നും മാച്ച് ആവാത്ത പോലെ തോന്നും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ആ റിയാലിറ്റി എടുത്ത് വിട്ടിട്ട് വേണം നമ്മൾ ഇതിലോട്ട് കടക്കാൻ. ലാസ്റ്റ് പോയിന്റ് ഇതോടെ നമ്മൾ തീരുവാണ്. ലിമിറ്റേഷൻസ് ഓർ ഡീമെറിറ്റ്സ് ഓർ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓട്ടോണോമി നോട്ട് ഇൻ റിയാലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞങ്ങോട്ട് തരുന്നതേ ഉള്ളൂ. പറയുന്ന പോലെ ഓട്ടോണോമി ആണെന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഗവൺമെൻറ്റും കമ്പനിയും സെപ്പറേറ്റ് ആണ്, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അത് അക്കൗണ്ടിങ് വൈസും ശരിയാണ്, അങ്ങനെയാണ് ചെയ്തു നോക്കുന്നത്. ഗവൺമെൻറ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ സെപ്പറേറ്റ് ക്യാപിറ്റൽ, കമ്പനി വേറെ. ഇതൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ എന്താണ് പറയുന്നത്? ഓട്ടോണോമി എന്നുള്ള രീതിയിൽ വളരെ കുറവാണ്. കാരണം എന്താണ് ഗവൺമെൻറ് 51% ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ആരാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്? ഗവൺമെൻറ് അല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് സംഭവം കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എന്താണ് ഈ പറയുന്ന ഗവൺമെൻറ് കമ്പനീസിലോട്ട് അതിൻ്റെ ഒരു ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നോ അക്കൗണ്ടബിലിറ്റി. ഓക്കെ,
നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ല, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണെങ്കിലും ഇതെല്ലാം എന്താണ്, അവർക്കൊരു അക്കൗണ്ടബിൾ ആണ്. ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ അവർ അക്കൗണ്ടബിൾ ആണ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ അത്രയും ഒരു അക്കൗണ്ടബിൾ അല്ല. പാർലമെന്റിന് ആൻസർ, നമ്മൾ ഗവൺമെന്റ് കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് പാർലമെന്റിൽ അവർ ആൻസറബിൾ അല്ല. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണെങ്കിൽ അവർ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇത് പാർലമെന്റിലാണെങ്കിൽ ഡിസ്കഷൻ സംഭവം കാര്യങ്ങളല്ല. പക്ഷെ ഗവൺമെന്റ് കമ്പനീസ് എന്നുള്ള രീതിയിൽ അത്രയും അക്കൗണ്ടബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അവരുടെ വർക്കിങ്ങും അതനുസരിച്ച് കുറവാണെന്നുള്ളത്. അടുത്ത നോക്കാം, മെയിൻ പേർപ്പസ് ഡിഫീറ്റഡ്. ഓക്കെ, നമ്മളെന്തായാലും മെയിൻ പേർപ്പസ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്, ഇവർ ഈ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ റേറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യും. ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന കമ്പനി നടത്തിക്കൊണ്ട് പോകാമെന്നുള്ളതാണ്. പക്ഷേ ഏതൊരു കമ്പനി പോലെയും, ഓക്കെ, പ്രൈവറ്റ് ആയിക്കോട്ടെ ഏത് കമ്പനി ആണെങ്കിലും ആ കമ്പനി എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതേപോലുള്ള രജിസ്ട്രേഷൻ സംഭവം കാര്യങ്ങളൊക്കെ ഈ ഗവൺമെൻറ് കമ്പനിക്കും വരുന്നുണ്ട്. ഓക്കെ, ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ സംഭവം കാര്യങ്ങളൊന്നുമില്ല. ആ പറയുന്ന കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അവർക്കും ബാധകമാണ്. ഇനി അടുത്ത് നോക്കാം, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. പറയേണ്ട കാര്യമില്ല, ഗവൺമെൻറ് എന്നുള്ള സംഭവം എവിടെ വരുന്നു അവിടെ ആലോചിക്കുക. നമ്മൾ പറയുന്ന പോലെ രണ്ട് സെപ്പറേറ്റ് ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഇൻ റിയാലിറ്റി എന്താണ്, പൊളിറ്റിക്കൽ ഇൻ്റർഫിയർ, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ വരുന്നത് ആ ഒരു ഇൻ്റർഫിയറൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നോ ഇനിഷ്യേറ്റീവ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന നമ്മൾ പറഞ്ഞതല്ലേ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൽ വരുന്ന അതിലെ മെയിൻ ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലെ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കമ്പനി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഇവിടെ വരുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേജർ ഷെയർ ഹോൾഡേഴ്സ് ആരാണ്, ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പം ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് എന്നുള്ള രീതിയിലല്ലേ ഡയറക്ടേഴ്സും സ്റ്റാഫും ഒക്കെ കാണും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അവർക്ക് സാലറി എന്നുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഈ കമ്പനി മെച്ചപ്പെട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ആ പ്രോഫിറ്റിൽ ആർക്കാണ് പോകുന്നത്, ഗവൺമെന്റിനാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരത്രയും മെനക്കെട്ട് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു മെയിൻ ഇതിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഗവൺമെന്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അവർക്ക് ഇതിൽ നിന്ന് കിട്ടിയ ലാഭം കിട്ടിയിട്ടല്ല അവരോട് വർക്ക് ചെയ്യുന്നത്. കിട്ടിയാൽ നല്ലത്, സന്തോഷം. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത്? അല്ല, അവർക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ പല കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ അവഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കിംഗ് സിസ്റ്റവും അല്ലെങ്കിൽ എന്താ പറയുക അത്രയും നല്ല രീതിയിൽ ഇനിഷ്യേറ്റ് ചെയ്ത് പോകാനുമുള്ള ഓപ്ഷൻ ഇതിനില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ കണ്ടത് എന്തായിരുന്നു, 3rd ചാപ്റ്റർ ആയിരുന്നു, പബ്ലിക് പ്രൈവറ്റ് ആൻഡ് ഗ്ലോബൽ ഓണ്ടർപ്രൈസ് എന്നുള്ളത്. അതിൽ പ്രൈവറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ പഠിച്ച എല്ലാം പ്രൈവറ്റ് എന്നുള്ള രീതിയിലും വരും. പിന്നെ നമ്മൾ പഠിച്ചെന്തായിരുന്നു, പബ്ലിക് ഓണ്ടർപ്രൈസസും ഗ്ലോബൽ ഓണ്ടർപ്രൈസസും ഉള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഡിസ്കഷൻ. പബ്ലിക്കിൽ തന്നെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് ഗവൺമെന്റ് കമ്പനീസ് എന്നുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത് കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്ററാണ് എന്നും പറഞ്ഞ് കളയാൻ പറ്റുന്ന ചാപ്റ്റർ അല്ല. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ് തന്നെ കുറേ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എക്സാമ്പിൾസ് എന്നുള്ള രീതിയിൽ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ഏരിയ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഇതിലിനി ഡിസ്കസ് ചെയ്യാത്ത എക്സ്ട്രാ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചേഴ്സും അങ്ങനെ ചെറിയൊരു കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നമുക്ക് പറയാൻ പറ്റില്ല എന്തായിരിക്കാം ചോദിക്കുക എന്നുള്ളത്. സോ എനിവേ, നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആയിരുന്നു തോന്നുന്നു. നമ്മൾ കുറേയൊക്കെ ഡിസ്കസ് ചെയ്ത് ഇതിലൊന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 2 ചാപ്റ്റേഴ്സിനും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, കുറേ റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ അത്രയൊന്നും വന്നിട്ടില്ല. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇതുവരെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ മാരത്തോൺ എന്നുള്ള രീതിയിൽ ലൈവ് ഓർഡറിനെ ഒന്നും നമ്മൾ കാണില്ല. ഇതാണ് നമ്മുടെ ലാസ്റ്റ്. ബിസിനസ് സ്റ്റഡീസിൻ്റെ അക്കൗണ്ട്സിന് നമ്മൾ നേരത്തെ കഴിഞ്ഞായിരുന്നു. ബിസിനസ് സ്റ്റഡീസിനാണ് ലാസ്റ്റ്. സോ ഇനി നിങ്ങൾക്ക് എക്സാം ആയിരിക്കാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്. നല്ല രീതിയിൽ പോയി എക്സാംസ് എഴുതുക, ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. എസ്പെഷ്യലി +1 സ്റ്റുഡൻസിന് നിങ്ങൾ കൊമേഴ്സ് എന്നുള്ള രീതിയിൽ ആദ്യം എഴുതാൻ പോകുന്ന എക്സാം ആയിരിക്കാം ഈ ഓൺ എക്സാം എന്നുള്ള രീതിയിൽ. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തതായിരിക്കും. സയൻസ് കുട്ടികൾക്ക് പറഞ്ഞ പോലെ 10th വരെ പഠിച്ചാൽ അതിൻ്റെ അഡ്വാൻസ് അവർ പഠിക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കൊമേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് ഇതാണ്. അതിലെ മെയിൻ 2 സബ്ജക്ട്സ് ആണ് ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും എന്നുള്ളത്. സോ അത് നല്ല രീതിയിൽ പോയി എഴുതുക, ടെൻഷനൊന്നും അടിക്കേണ്ട, ഒരു പ്രോബ്ലം ഇല്ല. ഈ പറഞ്ഞ
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും, അത് പഠിക്കുകയും ടെക്സ്റ്റ് ബുക്കും നോക്കണം. അതിലുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നമ്മൾ ടോപ്പിക്സ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും എക്സ്ട്രാ ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് ഏതാ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നല്ല രീതിയിൽ ഇപ്പോൾ എക്സാം എഴുതുക. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ് ദ ലൈവ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.